അസ്സലാമു അലൈക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പൊറുക്കലിനെ തേടാമെന്ന് സാദി ഉസ്താദ് പ്രഭാഷണത്തിൽ പറഞ്ഞു. അതിന് തെളിവായിട്ട് ഒരു ആയത്ത് ഉദ്ധരിച്ചു. എന്നാൽ ആ ആയത്ത് വിശദീകരിച്ചിട്ട് ഏതെങ്കിലും മുഫസ്സിർ പറഞ്ഞിട്ടുണ്ടാ പിന്നെ ഈ ആയത്ത് തെളിവായി ഉദ്ധരിച്ചിട്ട് ഇതുകൊണ്ട് നബി തങ്ങളോട് പൊറുക്കലിനെ തേടാമെന്ന്? മുഫസ്സിറിന്റെ പേരും ആ തഫ്സീറിന്റെ പേരും മാത്രം പറഞ്ഞു തന്നാൽ മതി. ബഹുമാനപ്പെട്ട അസ്ലം ഉസ്താദിൻ്റെ വളരെ ഘോരവുമുള്ള ഒരു ചോദ്യമാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞ വിഷയമായതുകൊണ്ട് ഞാൻ തന്നെ പറയണമല്ലോ, അതുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് എല്ലാ ചോദ്യങ്ങൾക്കും ബഹുമാനപ്പെട്ട സലീം ഉസ്താദ് ഇവിടെ ഉണ്ട്. ബഹുമാനപ്പെട്ടവർ മറുപടി പറയും. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ഒരു മദ്ഹബിൻ്റെ ആളുകളാണ്. നമുക്കിപ്പോൾ ഖുർആനോ ഹദീസൊന്നും ആവശ്യം തന്നെ ഇല്ല. നമുക്ക് മഹാന്മാരാകുന്ന ഉലമാക്കൾ ഇമാം മാവർദി തൊട്ട് ഇബ്നു ഹജർ വരെയുള്ള എല്ലാ പണ്ഡിതന്മാരും ഇസ്തിഗാസയും തവസ്സുലും തവജ്ജുഹും ഇസ്തിഷ്ഫാവും ഒക്കെ അംഗീകരിക്കുന്നവരാണ്. അതോടൊപ്പം ഇത്തരം ആയത്തുകൾ നമ്മൾ ഓതുന്നത് ആയത്തുകൾ തന്നെ തെളിവ് വേണം എന്ന് പറയുന്ന ആളുകൾക്കാണ്. ഇസ്തിഗാസ അതിൻ്റെ തെളിവെന്താണ് എന്നത് നമ്മുടെ ഷാഫി മദ്ഹബുകാർക്ക് ഷാഫി മദ്ഹബിൻ്റെ കിതാബാണ്. ഇനി അല്ല ഷാഫി മദ്ഹബൊന്നും പറ്റില്ല, മദ്ഹബിൻ്റെ ഉലമാക്കളുടെ ഉദ്ധരണികളും പോരാ, നമുക്ക് വേണ്ടത് ഖുർആനിൻ്റെ ആയത്ത് തന്നെയാണ് എന്ന് പറയുന്നവരെ മുന്നിൽ നമ്മളൊരായത്ത് ഓതി. വലൗ അന്നഹും ഇളലമു അംഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ് വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ. ഈ ആയത്തിന്റെ അർത്ഥം നമുക്കൊക്കെ അറിയാലോ. വലൗ അന്നഹും ഇളലമു അംഫുസഹും ജാഊക, തെറ്റ് ചെയ്തവർ ജാഊക നബിയെ അങ്ങയുടെ അരികിലേക്ക് വരണം. എന്നിട്ട് ഫസ്തഗ്ഫറുല്ലാഹ്, അവർ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണം. അത്ര മതിയല്ലോ ഒരു ദുആ നടക്കാൻ, പോരാ. പിന്നെ ആയത്ത് പറയുന്നത് വസ്തഗ്ഫറ ലഹുമുർ റസൂലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടണം. അങ്ങനെ ചോദിച്ചാലാണ് ലവജദുല്ലാഹ തവ്വാബർ റഹീമ, അവൻ തോബ കിട്ടിയവനാകും. ഇതാ ഖുർആനിൽ പറയുന്നത്. പിന്നെ ഒന്നുകൂടി ഈ ആയത്ത് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹിമഹുല്ലാ പറയുന്നത് യുർഷിദു തആല അൽ ഉസാത വൽ മുദ്നിബീന ഇദാ വഖഅ മിൻഹുൽ ഖതഉ വൽ ഇസ്യാൻ. ഏത് തെറ്റ് സംഭവിച്ചവനും കുറ്റങ്ങൾ സംഭവിച്ചവനും അവനെന്താ വേണ്ടത്? അൻ യഅതു ഇലർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് അവൻ പോകണം. എന്നിട്ട് വസ്അലൂഹു അൻ യസ്തഗ്ഫിറ ലഹുമുർ റസൂലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പൊറുക്കലിനെ ചോദിക്കാൻ വേണ്ടി ചോദിക്കണം. ഇങ്ങനെ ഇതിന്റെ അർത്ഥം എങ്ങനെയാണെന്ന് ആർക്കും സംശയമൊന്നുമില്ലല്ലോ. റസൂലുള്ളാഹിന്റെ അടുക്കൽ പോയിട്ട് പൊറുക്കലിനെ തേടാൻ വേണ്ടി അള്ളാഹിന്റെ റസൂൽ അള്ളാഹുവിനോട് ഈ വന്ന സഹോദരന് വേണ്ടി പൊറുക്കലിനെ തേടാൻ വേണ്ടി ചോദിക്കണം. ഇതിന്റെ അർത്ഥം ആർക്കും സംശയമില്ല. ഇത് ഇബ്നു കസീർ റഹിമഹുല്ലാ അവിടുത്തെ തഫ്സീർ ഇബ്നു കസീറിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നത് ഞാൻ നേരത്തെ വായിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. പിന്നെ ബഹുമാനപ്പെട്ട അസ്ലം ഉസ്താദ് പറഞ്ഞത് ഈ ആയത്ത് വെച്ചുകൊണ്ട് ഇത് ഇസ്തിഗാസക്ക് തെളിവാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് പറയേണ്ട ആവശ്യമുണ്ടോ? ഞാൻ എൻ്റെ വിശദീകരണത്തിലൊക്കെ വരുന്നത്. കാരണം റസൂലുള്ളാഹിന്റെ അടുത്ത് തെറ്റ് സംഭവിച്ച ആളുകൾ റസൂലുള്ളാഹിന്റെ അടുക്കൽ പോകണം, എന്നിട്ട് റസൂലുള്ള അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് പറഞ്ഞ് വളരെ വ്യക്തമാണല്ലോ, ആയത്തിലുണ്ട്. അതിന് വ്യാഖ്യാനമായി ഇബ്നു കസീർ റഹിമഹുല്ലാ പറയുകയും ചെയ്തു. പിന്നെ അത് അടുത്ത ചോദ്യം, അത് റസൂലുള്ളാഹിന്റെ ജീവിതകാലത്തേക്ക് മാത്രമായി കൂടെ എന്നാ പിന്നെ അടുത്ത ചോദ്യം വരെ. അല്ല, ഋതുബിയെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ട ഒരു സംഭവം അത് സ്വഹീഹാണോ അല്ലേ മറ്റൊരു ചർച്ചയാണ്. ഈ സംഭവം ഒരു മുഫസ്സിർ പറയണമെന്നല്ലേ പറഞ്ഞതുപോലെ ഋതുബിയെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ട ഒരു സംഭവം ഈ ആയത്തിന്റെ ചുവടെ കൊണ്ടുവരുക മാത്രമല്ല, ആ ഋതുബിയെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ട ആ അറാബിവര്യൻ പറയുന്നത് എന്താണ്? നബിയെ, അല്ലാഹു സുബ്ഹാനഹു വ തആല തെറ്റ് സംഭവിച്ചവൻ അങ്ങയുടെ അരികിലേക്ക് വരണമെന്ന് ഈ ആയത്ത് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഫജിഇതുക മുസ്തഗ്ഫിറൻ ലിദംബി മുസ്തശ്ഫിഅൻ ബിക ഇലാ റബ്ബി, എന്റെ തെറ്റ് പൊറുക്കാൻ വേണ്ടി അങ്ങയെ ശുപാർശകനായിട്ട് ഞാൻ അങ്ങയുടെ അരികിലേക്ക് വന്നിരിക്കുന്നു എന്ന്
ആരെടുത്താ പോയ? ജീവിച്ചിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്കല്ല, വഫാത്തായി പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് പോയി ചോദിച്ച സംഭവം. ആ ചോദിച്ച ആൾക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാഗത്തുനിന്ന് പൊറുക്കപ്പെട്ടിരിക്കുന്നു എന്ന മറുപടിയും കിട്ടിയിട്ടുണ്ട്. ഈ സംഭവം ഈ ആയത്തിന്റെ ചുവടെ ചേർക്കുമ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ ആയത്ത് റസൂലുള്ളാഹിന്റെ ജീവിതകാലത്ത് മാത്രം ബാധകമാണെന്നാണോ? ഇസ്തിഗാസ പറ്റും, തവസ്സുൽ പറ്റും എന്ന് പറഞ്ഞ ഒരുപാട് പണ്ഡിതന്മാർ ഉദ്ധരിക്കാനുണ്ട്. അങ്ങനെ പറഞ്ഞ ഈ ആയത്തിന്റെ ചുവടെ തന്നെ പറയണമെന്ന് അർത്ഥമില്ലല്ലോ. എല്ലാ ഉലമാക്കളും ഇമാം മാവർദി തൊട്ട്, അന്ന് മാത്രമല്ല ഇസ്തിഗാസ ചെയ്ത ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, എല്ലാ മദ്ഹബിന്റെ ഉലമാക്കളെ ഉദ്ധരിക്കാൻ കഴിയും. അതിലെല്ലാം ഉപരി ഒരുപാട് സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നിട്ട് ഇസ്തസ്ഖലി ഉമ്മത്തിക ഫഇന്നഹും ഹലകു. ബഹുമാനപ്പെട്ട ബിലാൽ ബിൻ ഹാരിസുൽ മുസനി റളിയല്ലാഹു അൻഹു സ്വഹാബി വര്യനാണ്, സംശയമൊന്നുമില്ല. വഹുവ സ്വഹാബിയുൻ എന്ന് മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരി പറയുന്നുണ്ട്. വന്ന് ചോദിച്ച ആള് സ്വഹാബിയാണ്. അപ്പൊ സ്വഹാബിമാരുടെ ഒന്നൊന്നല്ല അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഉദ്ധരിക്കാൻ കഴിയും. അതിനൊക്കെ പുറമെയാണ് നമ്മൾ പറയുന്നത്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു വഫാത്തായി പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് വന്ന് ചോദിച്ച അഅറാബി വര്യന്റെ ഖിസ്സ സംഭവം ഇവിടെ കൊണ്ടുവന്നത് എന്തിനാണ്? ഈ ആയത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹുവും ഈ വിഷയം സമർപ്പിക്കുന്നത്. ഇമാം മാവർദി റളിയല്ലാഹു അൻഹു ഈ വിഷയം ഈ ആയത്ത് വെച്ചിട്ടാ പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോ മാത്രമല്ല ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു, ഒരുപാട് മുഫസ്സിറുകൾ, ഖുർത്തുബി എന്ന് മാത്രമല്ല, ഇപ്പൊ നമ്മൾ എഴുതിക്കൊണ്ടുവന്ന 10ഓളം തഫ്സീറുകൾ എഴുതാത്ത വേറെ ഇപ്പം ഷാമിലൊക്കെ അടിച്ച ഒരുപാട് കിട്ടും. അതിലൊക്കെയും ഈ സംഭവങ്ങൾ റുത്തുബിയെ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്ന സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. അല്ലാതെ അലി റളിയല്ലാഹു അൻഹു തൊട്ട് ഉദ്ധരിക്കപ്പെടുന്ന മറ്റൊരു സംഭവം ഇമാം ഖുർത്തുബിയും അതുപോലെയുള്ള മറ്റു മുഫസ്സിറുകൾ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ ഇവരൊക്കെയും വഫാത്തായി പോയ നബിയോട് ചോദിച്ച സംഭവമാണ് ഈ ആയത്തിന്റെ ചുവടെ ചേർക്കുന്നത്. വേറെ അൽ ഫാത്തിഹ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന്റെ താഴെ പറഞ്ഞിട്ടില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്തിന്റെ ചുവടെ പറഞ്ഞിട്ടില്ല. വേറെ ഖുർആനിലെ ഒരുപാട് ആയത്തുകൾ ഉണ്ടായിട്ട് അതിന്റെ ചുവടെയൊന്നും പറയാതെ വഫാത്തായി പോയ നബിയോട് ചോദിച്ച ഒരു ഖിസ്സ ഈ ആയത്തിന്റെ ചുവടെ കൊണ്ടുവന്നാൽ അതിനർത്ഥം എന്താണ്? കണ്ണുള്ളവർക്കും ബുദ്ധിയുള്ളവർക്കും, അല്ല പറഞ്ഞ ഇങ്ങനെ ഒരുപാട് ആളുകൾ ചോദിക്കുന്നവരാണ്, അവരോടാ പറയുന്നത്. ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ആയത്തിന്റെ ചുവടെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് അറിയിക്കാൻ തന്നെയാണ്. മാത്രമല്ല ഇബ്നു കസീർ റഹിമഹുള്ളാഹിന്റെ ഉദ്ധരിന്ന് മനസ്സിലാക്കും, യുർശിദു തആല അൽ ഉസാത വൽ മുദ്രിബിന ഇദാ വഖഅ മിൻഹുൽ ഖത്ഉ വൽ ഇസ്യാൻ. ഏത് തെറ്റ് ചെയ്തവനും എന്നാണല്ലോ അതിന്റെ അർത്ഥം. അതിൽ സംശയം ഇൻഷാ അല്ലാഹ് പിന്നീട് ചോദിക്കാം. അൽ ഉസാത വൽ മുദ്നിബീന എന്ന് പറയുമ്പോൾ ഏത് തെറ്റുകാരോടും, അത് റസൂലുള്ളാഹിന്റെ ജീവിതകാലത്ത് മാത്രമൊന്നും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഈ സംഭവം കൊണ്ടുവരലൂടെ വഫാത്തിന് ശേഷവും ബാധകമാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. മനസ്സിലായിട്ടുണ്ടാവൂലേ? ഇൻഷാ അല്ലാഹ് ഇനി ഉപചോദ്യം ചോദിക്കാവുന്നതാണ്. അപ്പോ ഖുർത്തുബിയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. എൻ്റെ ചോദ്യം, പിന്നെ മരിച്ചവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പിന്നെ പൊറുക്കലിനെ തേടാൻ തെളിവുണ്ടോ എന്നല്ല, ആ തെളിവിന് കൊണ്ടുവന്ന ഈ ആയത്തിൽ പിന്നെ മുഫസ്സിരിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ ഉത്തരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഖുർത്തുബി അതുപോലെ റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പോൾ അവർ കിതാബിൽ ആ വിഷയം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ കഥ ഈ ചരിത്രം കൊണ്ടുവന്നത് ഇതിന് തെളിവായിട്ടാണ് എന്നാണ്. ഇനി ആ ആയത്തിന്റെ അർത്ഥം പറയുമ്പോൾ ആയത്ത് എനിക്ക് കാണാതെ അറിയില്ല. അതിന്റെ തുടക്കം അവർ പൊറുക്കലിന് നബിയെ എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ എന്നല്ല ഞാൻ ചോദിക്കുന്നത്. അല്ല, നബി എന്നോട് പൊറുക്കണേ എന്നല്ലല്ലോ, ഇസ്തിഫാലം ബാബല്ല. അപ്പൊ തൊലബിന്റെ മാനാക്കായിരിക്കൂലേ പൊറുക്കലിനെ എനിക്ക് വേണ്ടി പൊറുക്കലിനെ തേടുകയല്ലേ അള്ളാഹുവിനോട്. അപ്പൊ ചോദ്യം തന്നെയാണ്, എനിക്ക് വേണ്ടി പൊറുക്കലിനെ തേടണമെന്നല്ലേ പറഞ്ഞത്, അല്ലാതെ നബി എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ എന്നല്ലല്ലോ. അങ്ങനെയാണോ അതേ ചോദ്യം? അത്രയേ ഉള്ളൂ ചോദ്യം. എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ എന്നല്ലല്ലോ ചോദിച്ചത്, എനിക്ക് വേണ്ടി പൊരുത്തപ്പെടാൻ വേണ്ടി അള്ളാഹിനോട് ചോദിക്കണമെന്നല്ലേ പറഞ്ഞത്. ഇവിടെ ഈ ആയത്തിന്റെ പരാമർശ കാരണം ഇർതകബതു അലൽ ഖത ഗൈറ ഹസ്രിൻ വഅദദ് ലക അസ്കൂ ഫീഹിയ സയ്യിദി ഖൈറുൻ നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത് എന്താ? എൻ്റെ
തെറ്റ് പൊറുക്കാൻ വേണ്ടി അങ്ങയോട് ഞാൻ പൊറുക്കാന്നല്ല, അള്ളാഹിനോട് പറയാൻ വേണ്ടി ഇർതകബതു അലൽ ഖത്താ ഗൈറ ഹസ്രിൻ വഅദാദ് ലക അസ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ, അങ്ങയോട് പരാതി ബോധിപ്പിക്കുന്നു. എന്നാൽ അങ്ങ് പുറത്തു തരണോന്ന് പറയുന്നല്ല, അങ്ങ് പുറത്തു തരാൻ വേണ്ടി തശഫുഇന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് ചോദിക്കുകയാണ്, അങ്ങ് ഇസ്തിഗ്ഫാർ ചെയ്യാൻ, എൻ്റെ ദോഷം പൊറുക്കാൻ വേണ്ടി. അതേ ഒരു സംഭവം തന്നെയാണ് ഇവിടെയും പറയുന്നത്. റസൂലുള്ളാഹിന്റെ അടുക്കൽ പോയിട്ട് പൊറുക്കലിനെ തേടുക, എന്നിട്ട് റസൂലുള്ള അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹിനോട് ഫയസ്തഗ്ഫിറു ലഹുമുർ റസൂൽ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? അൻ യസ്അലുഹു അൻ യസ്തഗ്ഫിറ ലഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പൊറുക്കാൻ വേണ്ടി ചോദിക്കും വേണോ. ഇപ്പൊ റസൂലുള്ളാഹിനോട് എന്തിനാ പറയുന്നത്? അത് തശഫുആൻ, ഇസ്തിഗ്ഫാർ ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വന്ന പാപിക്ക് വേണ്ടി പൊറുക്കാൻ വേണ്ടി ആവശ്യപ്പെടലാണ്. അതാണ് ഇവിടെ ഉണ്ടായത് എന്നാ പറഞ്ഞത്. ലക അസ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി, അത് വന്നിട്ടുണ്ടല്ലോ. റസൂലുള്ളാഹിനോട് പൊറുക്കാൻ വേണ്ടി പറയുന്ന ഒരു സാഹചര്യം ഇവിടെ വന്നിട്ടില്ലേ? ഇല്ലേ? അസ്ലം ഉസ്താദ് പറഞ്ഞോ? ഇൻഷാ അല്ലാഹ് അതിന് ബാക്കി അതിന്റെ ഉപചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം. ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉപചോദ്യമായി ചോദിക്കുകയാണ്. ഖുർആനിന്റെ ആയത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത്. അസ്ലം ഉസ്താദ് ചോദിച്ച ചോദ്യം തന്നെയാണ്. വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, തെറ്റ് ചെയ്തവർ തങ്ങളെ അടുത്തേക്ക് വന്നു. തങ്ങളടുത്തേക്ക് അവർ വന്നിട്ട് വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹുവിന് ഇവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി അള്ളാഹിനോട് തേടുകയാണ്. ഇവിടെ അടിമകൾ ചോദിക്കുന്നത് ത്വലബാണ്, ഒരാവശ്യമാണ്. എൻ്റെ സംശയം, യാ റസൂലല്ലാഹ് ഇഗ്ഫിർലി എന്ന് പറയാൻ പറ്റുമോ? ഇശ്ഫി മറളി എന്ന് പറയാൻ പറ്റുമോ? അഇനി സഹായിക്കാൻ പറയാൻ പറ്റുമോ? ഇതാണ് ചോദ്യം. ഈ ആയത്തിൽ ഒരിക്കലും റസൂലുള്ളാഹി നേരിട്ട് ചോദിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒന്നും കൂടി തലക്കുന്നേ വിശദീകരിക്കണം. ഇവിടെ രണ്ട് വിഷയമാണുള്ളത്. ഒന്ന്, നബിയെ എൻ്റെ ദോഷം പുറത്തു തരാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് പറയൂ. നബിയെ എനിക്ക് വേണ്ടി നിങ്ങൾ പുറത്തു തരാൻ വേണ്ടി അള്ളാഹുവിനോട് നിങ്ങൾ തേടൂ. നബിയോട് തേടുകയാണ്. രണ്ടാമത്, നബിയെ എനിക്ക് പുറത്തു തരൂ നബിയെ. രണ്ട് കാര്യം ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇവിടെ ചോദ്യം ഒരു വഴിക്കും മറുപടി ഒരു വഴിക്കും പോയതല്ല, ഒരു വിഷയത്തിനുള്ള മറുപടിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ വിഷയം രണ്ടും ഒന്നും കൂടി അനലൈസ് ചെയ്യുകയാണ്. നമ്മുടെ ബൈത്തിലുള്ളത് എന്താണ്? ഇർതകബ്തു അലൽ ഖത്താ ഗൈറ ഹസ്ദിൻ വഅദത് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ഇർതകബ്തു അലൽ ഖത്താ, ദോഷങ്ങളുടെ മേൽ ഞാൻ വാഹനം കയറി. ഞാൻ ഒരുപാട് ദോഷത്തിൻ്റെ പുറത്തായി ഇപ്പോൾ ഉള്ളത്. എൻ്റെ അടി മുഴുവനും ദോഷമാണ്. അത് ആലങ്കാരിക പ്രയോഗമാണ്. എത്ര ദോഷം! അനന്തമായ അറ്റമില്ലാത്ത ഒരുപാട് ദോഷം ഞാൻ ചെയ്തു പോയി. അതിൻ്റെ മേലാണ് ഞാനുള്ളത്. അതുകൊണ്ട് ലേഖ അഷ്കു, ശരിക്കും ശ്രദ്ധിക്കണം. ലേഖ അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി, എൻ്റെ നേതാവായ ഖൈറുൻ നബിയായ നബിയെ, ലേഖ അഷ്കു ഫീഹി, ഞാൻ അതിൽ നിങ്ങളോട് ആവലാതി ബോധിപ്പിക്കുന്നു നബിയെ. ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയി നബിയെ, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ആവലാതി പറയുന്ന നബിയെ എന്നാണ് ബെയ്ത്തിലുള്ളത്. ശരിക്കും ശ്രദ്ധിക്കണം. ബെയ്ത്തിൽ പറയുന്നത് നബിയെ എനിക്ക് ദോഷം പുറത്തുകൊണ്ടാകുന്നല്ല. ദോഷം പുറത്തുകൊണ്ടായെന്ന് പറയാൻ പറ്റുമോ എന്നൊരു ചോദ്യം ഇവിടെ ഉയർന്നിട്ടുണ്ട്. അതിന് മറുപടി പറയാൻ ഞങ്ങൾ ബാധ്യസ്ഥരുമാണ്. അപ്പം അതുകൊണ്ട് ബെയ്ത്തിൽ പറയുന്നത്, മങ്കൂസ് മൗലൂദിൽ പറയുന്ന വിഷയം അതല്ല. മങ്കൂസ് മൗലൂദിൽ പറയുന്നത് ഞാൻ ഒരുപാട് ചെയ്തു പോയി നബിയെ, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ആവലാതി ബോധിപ്പിക്കുന്നുവെന്ന്. ദോഷം പുറത്തുക എന്നല്ല. എന്താണ് ഈ ആവലാതി ബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ? എൻ്റെ വിഷമം, ഞാൻ വലിയ മോശക്കാരനായെന്ന് നിങ്ങളോട് പറയാണ്. എന്തിനാ നിങ്ങളോട് പറയുന്നത്? നിങ്ങൾ ഷെഫിയാൻ വേണ്ടിയിട്ട്, എനിക്ക് ഷഫായത്ത് ചെയ്യാൻ. എന്താണ് ഷഫായത്ത്? എൻ്റെ ദോഷം പുറത്തു തരാൻ നിങ്ങൾ അള്ളാഹിനോട് പറയണം. അല്ലെങ്കിൽ നിങ്ങളോട് ആവലാതി ബോധിപ്പിച്ച കാരണം കൊണ്ട് അള്ളാഹു എനിക്ക് പുറത്തു തരും.
ഇതാണ് ഈ ബൈത്തിലുള്ളത്. ഇതിനുള്ള തെളിവാണ് ഉസ്താദ് ഇവിടെ പറഞ്ഞത്. വലൗ അന്നഹും ഇല്ലമൂ അൻഫുസഹും, സൂറത്തു നിസാ അഥവാ ഖുർആന്റെ 4-ാമത്തെ അധ്യായം 64-ാം വചനം, സൂറത്തു നിസാഇന്റെ 64-ാമത്തെ ആയത്താ. വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാഹ് വലൗ അന്നഹും ഇല്ലമൂ അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ, എല്ലാ നബിമാരെയും നാം നിയോഗിച്ചത് അവരെ ജനങ്ങൾ വഴിപ്പെടാനാണ്. ജനങ്ങൾ അവരെ വഴിപ്പെടണം. ജമാഅത്തുകാർ ഇവിടെ തകർന്നടിയുകയാണ്. കാരണം അള്ളാഹിനെ വഴിപ്പെട്ടുവിടൂ, വേറെ ആരെയും വഴിപ്പെട്ടുവിടാന്ന ജമാഅത്തുകാർ പറയുന്നത്. അള്ളാഹു പറയുന്നു വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ, എല്ലാ നബിമാരെയും അയച്ചത് അവരെ വഴിപ്പെടാനാണ്. എന്നിട്ട് പറയുന്നു വലൗ അന്നഹും ഇല്ലമൂ അൻഫുസഹും, അവരുടെ ജനത തെറ്റ് ചെയ്താൽ ജാഊക, അവർ നിങ്ങളടുത്തേക്ക് വന്നാൽ, ആ തെറ്റ് ചെയ്ത ആളുകൾ നിങ്ങളടുത്തേക്ക് വന്നാൽ, വസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, അവർ അള്ളാഹിനോട് പൊറുക്കലിനെ തേടി, നിങ്ങൾ അള്ളാഹിക്ക് അവരുടെ കാര്യത്തിൽ പൊറുക്കലിനെ തേടിയാൽ, അപ്പൊ അവർ റസൂലുള്ളാഹിന്റെ അടുത്ത് വരുന്നു. എന്തിനാ വരുന്നത്? റസൂലുള്ളാഹിനോട് ആവലാതി പറയാനാണ്. വെറുതെ അവരുടെ വന്നിട്ട് മാത്രമല്ല, റസൂലുള്ളാഹിനോട് വന്ന് അവർ തെറ്റ് ആവലാതി പറയുകയും. അപ്പൊ ആവലാതി പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അവരുടെ കാര്യത്തിൽ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുകയാണ്. അള്ളാഹു തആല അവർക്ക് പുറത്തു കൊടുക്കുകയാണ്. ഇത് ജീവിച്ചിരിക്കുന്ന നബിനോടും വഫാത്തായ നബിനോടും ചെയ്യാമെന്ന് ഈ ആയത്തുകൾ ഒട്ടനവധി തഫ്സീറിന്റെ അകമ്പടിയോടുകൂടി പറഞ്ഞു. കാരണം ഈ ആയത്തിന്റെ തഫ്സീറുകൾ എന്താ പറയുന്നത്? പല ആളുകളും റസൂലുള്ളാഹിനെ ഖബറിന്റെ അടുത്ത് വന്നു, എന്നിട്ട് പറയുന്നു നബിയെ വഖദ് ലലംതു നഫ്സി, ഞാൻ തെറ്റ് ചെയ്തു പോയി. സമയത്തുല്ലാഹ യഖൂലു, അല്ല പറയുന്നു തെറ്റ് ചെയ്താൽ നിങ്ങളുടെ അടുത്ത് വരണം. ഈ ആയത്ത് കേട്ടിട്ടാ ഞാൻ ഈ ഖബറിന്റെ അടുത്തേക്ക് വന്നത് നബിയെ, അതുകൊണ്ട് ഞാൻ തെറ്റ് ചെയ്തു പോയി നബിയെ എന്ന് പറഞ്ഞ് നബിനെ വിളിക്കുകയാണ്. യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖായി അദുമുഹു ഫതാബ മിൻ തീബിഹിൻ നൽഖാഉ വൽ അകമു, നബിനെ വിളിച്ച് പറയാണ്. നബി അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുകയാണ്. ഹയ്യം വ മൈതൻ, ജീവിച്ചിരിക്കുമ്പോഴും വഫാത്തായപ്പോഴും. അപ്പൊ അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുകയാണ്. ഇതാണ് ലേഖ അഷ്കു എന്ന ബൈത്തിലുള്ളത്. ഇതിനാണ് ആയത്ത് തെളിവ്. ഇതിന് വളരെ കറ്റന്റായി മറുപടി ആയിട്ടുണ്ട് ബഹുമാനപ്പെട്ട അസ്ലം അസ്ഹരി ഉസ്താദ് അവർ ചോദിച്ച ചോദ്യത്തിന്. രണ്ടാമത്തെ ചോദ്യം, അതിന്റെ മറപിടിച്ചുകൊണ്ട് ഉയർന്നു വന്ന രണ്ടാമത്തെ ചോദ്യം, നബിയെ എനിക്ക് നിങ്ങൾ ദോഷം പുറത്തുകൊണ്ട എന്ന് നബിനോട് പറയാൻ പറ്റുമോ എന്നാണ്. ഞാൻ ഈ വിഷയത്തിന് രണ്ട് നിലക്ക് മറുപടി പറയാണ്. ഒന്ന്, ഒരു ഹദീസ് കൊണ്ടാണ് പറയുന്നത്. രണ്ട്, ആ ആശയം ഞാൻ മനസ്സിലാക്കി തരികയാണ്. ആദ്യം ഹദീസ് ഉദ്ധരിക്കുകയാണ്. ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, ഇമാം ബുഖാരിയും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു റളിയല്ലാഹു അൻഹ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, അത്തൂബു ഇലല്ലാഹ്. ശരിക്കും ശ്രദ്ധിക്കണേ, ഹദീസിന്റെ വചനം ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. ആയിഷ ബീവി പറയുന്നു, പൊന്നാർ നബിയോട് പറയുന്നു, അത്തൂബു ഇലല്ലാഹ്, ഞാൻ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുന്നു. തൗബ ചെയ്യാന്ന് പറഞ്ഞാൽ ദോഷം പുറത്തുതരാൻ വേണ്ടി അള്ളാഹിനോട് പറയുന്നു. വൈലാ റസൂലിഹി, റസൂലുള്ളാഹിയിലേക്ക് ഞാൻ ദോഷം പുറത്തു തരാൻ വേണ്ടി പറയുന്നു. അപ്പൊ നബിയെ ദോഷം പുറത്തു തരാ എന്ന് പറയാമെന്ന് ആയിഷ ബീബി പഠിപ്പിച്ച ഈ ഹദീസിലൂടെ ഇമാം മുസ്ലിം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. വളരെ കൃത്യമായി ലോകത്ത് പഠിപ്പിക്കുന്നു. എന്നാൽ അതിന്റെ മയന എന്താണ് ശരിക്കും മനസ്സിലാക്കണം. അള്ളാഹു ദോഷം പുറത്തു തരും പോലെ നബി ദോഷം പുറത്തു തരുമെന്നല്ല. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അല്ലാതെ വേറെ ആരെങ്കിലും ദോഷം പുറത്തു തരുമോ? മറിച്ച് അള്ളാഹുവിന്റെ റസൂലെ ദോഷം പുറത്തരണേ എന്ന് പറഞ്ഞാൽ എന്റെ ദോഷം അള്ളാഹു പുറത്തുതരാൻ വേണ്ടി നിങ്ങൾ ശഫീഅ് നബിയേ എന്നാണ് പറഞ്ഞതിനർത്ഥം. ആ വാക്കിന്റെ അർത്ഥം അങ്ങനെയാണ്. ആ പദം നിങ്ങൾ പറഞ്ഞാലും അസ്ലം അസ്ഹരി ഉസ്താദ് പറഞ്ഞതിലേക്ക് തന്നെ എന്റെ മയനമടങ്ങിയ ലഫ്ള് ഇങ്ങനെയാണെങ്കിലും ആ ലഫ്ളും ഉപയോഗിക്കുന്നതിന് തെറ്റില്ല എന്ന് ആയിഷ ബീബി റിപ്പോർട്ട് ചെയ്ത ഹദീസിലൂടെ, മുത്തഫഖ് അലിയായ ഹദീസിലൂടെ ലോകത്ത് പഠിപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ ഞാൻ ഒന്നുകൂടി സംക്ഷിപ്തമാക്കി മാറ്റി പറയട്ടെ. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം, ഈ മങ്കൂസ് മൗലിദിൽ പറഞ്ഞത് ലേക അഷ്കൂ ഫീഹിയ, നബിയെ ഞാൻ ചെയ്ത ദോഷത്തിൽ നിങ്ങളോട് ആവലാതി പറയുന്നു, നിങ്ങൾ എനിക്ക് ശഫീഅ് ആകണം നബിയേ. അതിന് സൂറത്തു നിസാഇന്റെ 64-ാമത്തെ വചനം, വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാഹ് വലൗ അന്നഹും യദ്റമൂ അൻഫുസഹും എന്ന് പറയുന്ന ആയത്ത് വളരെ കൃത്യമായി തെളിവാണ്. രണ്ടാമത് ഉയർന്നു വന്ന ചോദ്യം, നബിയെ എനിക്ക് ദോഷം പുറത്തു തരാൻ പറ്റുമോ എന്ന് ഒരാൾ ചോദിക്കാൻ പറ്റുമോ? അങ്ങനെ ചോദിക്കാം. അങ്ങനെ ചോദിച്ചതിനർത്ഥം നബിയെ എന്റെ ദോഷം പുറത്തു തരാൻ വേണ്ടി നിങ്ങൾ ശഫീഅ് എന്നാണ് അതിനർത്ഥം. ആ അർത്ഥത്തിൽ ബഹുമാനപ്പെട്ട ആയിഷ ബീബി എന്നെ ചോദിച്ചത് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് അങ്ങനെ ചോദിക്കാമെന്ന് വളരെ കൃത്യമായി കിട്ടി. ഇനി എന്തിനാണ് അങ്ങനെ അർത്ഥം വെച്ചത് എന്നർത്ഥ ചോദ്യം, അതും കൂടി ഞാൻ പറയാണ്. അങ്ങനെ വിശ്വാസി പറയുള്ളൂ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ദോഷം എന്റെ രോഗം മാറ്റിത്താ നബിയേ എന്ന് സഹാബികൾ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹിനോടൊന്ന് എന്റെ രോഗം മാറ്റിത്താ നബിയേ എന്ന് സഹാബികൾ പറഞ്ഞിട്ടുണ്ട്.
അമ്പിയാക്കളോട് അവരെ കോമ വന്ന് ഞങ്ങളെ രോഗം മാറ്റിത്താ എന്ന് ചോദിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക് ആളുകൾ വന്നു, എന്നിട്ട് പറഞ്ഞു ഞങ്ങളെ രോഗം മാറ്റിത്താ. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു ഞാൻ നിങ്ങളെ രോഗം മാറ്റിത്തരാം എന്ന് ഈസാ നബി പറയുന്നു. ഈസാ നബിനോട് അവർ ചോദിച്ചു എന്ന് ഇമാം റാസി പറയുന്നു. അപ്പൊ അവർ രോഗം മാറ്റുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവേ രോഗം മാറ്റുള്ളൂ, അള്ളാഹുവേ ഭക്ഷണം തരുള്ളൂ, അള്ളാഹുവേ മഴ വർഷിപ്പിക്കുള്ളൂ, അള്ളാഹുവേ കഴിവ് തരുള്ളൂ. അപ്പൊ അമ്പിയാക്കളോട് ഗൈറാദിയായ അസാധാരണമായ മാർഗത്തിലൂടെ വല്ലതും ചോദിച്ചാൽ അതിനർത്ഥം നിങ്ങൾ അതിൽ ഇടപെടുന്നതിന് മയനുള്ളൂ. മനസ്സിലായോ പറഞ്ഞത്? ഇതാണ് തവസ്സുലിന്റെ മയനക്കാണ് ഇസ്തിഗാസ എന്നൊക്കെ ബിഗിയ പോലുള്ള കിതാബുകൾ പറഞ്ഞതിന്റെ ഉദ്ദേശ്യം. അപ്പൊ നബിയോട് ആവലാതി ബോധിപ്പിക്കല് വേറെയാണ്, നബിയോട് പൊറുക്കലിനെ തേടല് വേറെയാണ്. രണ്ടാണ്. അങ്ങനെയാണ് മനസ്സിലായത്. എന്നാൽ നബിയോട് ആവലാതി നബിയോട് പൊറുക്കലിനെ തേടാൻ പറ്റോ ഇല്ലയോ എന്നതിന് തെളിവായിട്ടാണ് വിഷയാവതരകനായ ഉസ്താദ് അവറുകൾ ഈ ആയത്ത് തെളിവായി ഉദ്ധരിച്ചത്. അതുകൊണ്ടാണ് അവിടെ ചോദ്യം വന്നത്. അതുകൊണ്ട് അത് തെറ്റാണെങ്കിൽ ഇനി ആ വിഷയം അവതരിപ്പിക്കുമ്പോൾ ഈ ആയത്ത് തെളിവായിട്ട് ഉദ്ധരിക്കാൻ പറ്റൂല. ഇർത്തകബത്തു അലൽ ഖത്താൻ ഓതുന്നിടത്ത്. ഞാനൊന്നും കൂടി പറയാം, തലക്കുന്നേ പറയാം. അപ്പോൾ ഈ സംസാരത്തിന് എത്ര പ്രസക്തി ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ മങ്കൂസ് മൗലൂദാണ് വിശദീകരിച്ചത്. അതിലുള്ള ഒരു വരിയാണ് ഇർത്തകബത്തു. അതിവിടെ വിശദീകരിക്കണം നാളെ പറഞ്ഞത് കൊണ്ടാണ് റഷീദ് സൈദോട് പറഞ്ഞിട്ടുള്ളത്. ഇർത്തകബത്തുവിൽ പറയുന്നത് നബിയെ ദോഷം പുറത്തുക എന്നല്ല, ഞങ്ങളുടെ ദോഷത്തിൽ ഞാൻ നിങ്ങളോട് ആവലാതി ബോധിപ്പിക്കുന്നു. അതല്ലേ ബൈത്തിലുള്ളത്? അത് തെളിയിക്കാനാണ് വലവന്നഹും ഇന്നലമോ എന്ന ആയത്തോതിയത്. അത് വളരെ ഫിറ്റാണ്, വളരെ കറക്റ്റാണ്. അതിൻ്റെ അപ്പുറത്തൊരായത്തിന് ഞാൻ ഓതാനില്ല. രണ്ടാമത്തത് അതിൻ്റെ മറപിടിച്ചുകൊണ്ട് ഉയർന്നു വന്നൊരു ചോദ്യം, നബിയെ എൻ്റെ ദോഷം പുറത്തു തരാൻ പറ്റുമോ എന്നാ ചോദിച്ചത്. അത് അതിന് മറയിൽ വരുന്ന മറ്റൊരു ചോദ്യമാണ്. അപ്പം ആ ചോദ്യം നമുക്കിവിടെ മറുപടി പറയേണ്ട ആവശ്യമൊന്നും ഇല്ലെങ്കിലും നമ്മളതിന് തട്ടിയിട്ടില്ല. ഞങ്ങൾ പറയുന്നു അതും പറ്റുന്നു. പക്ഷെ അതിൻ്റെ മയന മറ്റേത് തന്നെയാണ്. അപ്പം രണ്ടും രണ്ടാണ് എന്ന് പറഞ്ഞാൽ സൂറത്തൻ രണ്ടാണ്, രൂപത്തിൽ അത് രണ്ടാണ്, അതിൻ്റെ ആശയം ഒന്ന് തന്നെയാണെന്നാണ് ഞാൻ പറഞ്ഞ് സമർത്ഥിച്ചതിൻ്റെ സംക്ഷിപ്തം. നിങ്ങൾക്ക് ആ ഉത്തരം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് വിടുക. ഞങ്ങൾ കറക്റ്റ് ഇർത്തകബത്തൂനാണ് തെളിവ് സൂറത്തു നിസാഇന്റെ 64-ാമത്തെ ആയത്തോതിയിട്ടുള്ളത്. അതതിന് ഫിറ്റാണ്. അതിൽ പറയുന്നത് ലേക്ക് അഷ്കൂ, നിങ്ങളോട് ആവലാതി ബോധിപ്പിക്കുന്നു. വലോ അന്നഹും ഇല്ലലമൂ, തെറ്റ് ചെയ്ത ആളുകൾ ജാവൂക്ക നിങ്ങളടുത്ത് വന്ന് ആവലാതി ബോധിപ്പിച്ചാൽ റസൂലു ഫസ്തഗ്ഫിറുല്ലാഹ് എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ ആവലാതി ബോധിപ്പിക്കുന്ന കറക്റ്റാണ് ആയത്ത്. രണ്ടാമത്തെ അതിൻ്റെ മറയിൽ വന്ന ആയത്ത് ഇവിടെ രണ്ടാമത് ചോദിച്ചൊരു ചോദ്യമാണ്. അതിനാണ് ആയിഷ ബീവിന്റെ ഹദീസ് മറുപടി. രണ്ടും പറ്റുന്നതാണ്. രണ്ട് സൂറത്തൻ വ്യത്യാസമുണ്ട്, അതിന് മയന അത് തന്നെയാണ്. നബിയെ എൻ്റെ ദോഷം എൻ്റെ രോഗം മാറ്റിത്താ എന്ന് നബിനോട് പറയുന്നത്, അള്ളാഹുവേ നബിൻ്റെ ബർക്കത്തുകൊണ്ട് രോഗം മാറ്റിത്താ എന്ന് പറയുന്നതും സൂറത്തൻ രണ്ടാങ്കിലും അസില് മയന ഒന്നാണ് എന്ന് ബിഗിയിൽ തവസ്സുലും ഇസ്തിഗാസയും ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞ ആ വിശദീകരണത്തിൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ സൂറത്തിൽ രൂപത്തിൽ രണ്ടാണെങ്കിലും ആശയം രണ്ടും ഒന്ന് തന്നെയാണ് എന്നാണ് അതിന് ഉത്തരം. സിദ്ദീഖ് മൗലൂദിലുള്ള ഒരു സംശയമാണ് ഉസ്താദെ. ഒരു സ്ത്രീ സ്വപ്നം കണ്ടതായിട്ട്, ഒരു മരം കടവഴുകി വീണതായിട്ട് സ്വപ്നം കണ്ടു. ആ സ്വപ്നം കണ്ടത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പോയി ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിന്റെ ഭർത്താവ് മരണപ്പെട്ടിരിക്കുന്നു, ഇനി നിനക്ക് ഭർത്താവിനെ ലഭിക്കുകയില്ല. ആ മറുപടി ആ സ്ത്രീക്ക് ഇഷ്ടപ്പെടാത്തതായതുകൊണ്ട്, സംതൃപ്തരല്ലാത്തത് കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് പോയിട്ട് ചോദിച്ചു, ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു, എൻ്റെ ഒരു സ്വപ്നം ഞാൻ കണ്ടിരുന്നു, എൻ്റെ ഭർത്താവിനെ എനിക്ക് കിട്ടുമോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ പേടിക്കണ്ട, നിന്റെ ഭർത്താവിനെ നിനക്ക് കിട്ടും. പിറ്റേത്തെ ദിവസം അവരുടെ ഭർത്താവ് അവർക്ക് കിട്ടുകയും ചെയ്തു. ഈ വിവരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പോയിട്ട് നബിയോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഇങ്ങനൊരു സ്വപ്നം കണ്ടപ്പോൾ ഞാൻ വന്ന് ചോദിച്ചപ്പോൾ നബി എന്നോട് പറയുന്നത് ഭർത്താവ് വരൂല എന്നല്ലേ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരും എന്ന് പറഞ്ഞു. എൻ്റെ ഭർത്താവ് വരികയും ചെയ്തു. ഇതിൽ എനിക്കുള്ള സംശയം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണോ മഹത്വം, പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണോ?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയോട് പറഞ്ഞ മറുപടി സിദ്ദീഖ് എന്നല്ലേ പേര്, അതുകൊണ്ട് സിദ്ദീഖ് എന്ന പേരുള്ളത് കൊണ്ട് സത്യമാവണമല്ലോ, അതുകൊണ്ടാണ് നിന്റെ ഭർത്താവ് വന്നത് എന്നാണ്. എൻ്റെ സംശയം ഒന്നുകൂടി ആവർത്തിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണോ മഹത്വം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണെങ്കിൽ ഭർത്താവ് വരാൻ പാടില്ലായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഭർത്താവ് വരികയാണ് ചെയ്തത്. ചിലപ്പം ഇതിൽ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഇവിടെ മങ്കൂസ് മൗലൂദിൽ ഒരൊറ്റ ചോദ്യം വന്നിട്ടില്ല. അൽഹംദുലില്ലാഹ്. ഞങ്ങളൊരു അനുഭവമാണിത്, നിങ്ങളെ കുറ്റം പറയുന്നല്ല കേട്ടോ, നിങ്ങൾ വിചാരിക്കരുതേ. ഞങ്ങളൊരു അനുഭവം, മൊയ്തീൻ മാല വിശദീകരിക്കാൻ പോയ ആരും മൊയ്തീൻ മാല ചോദിക്കൂല, അന്ന് റിഫായി മാല ചോദിക്കുക. റിഫായി മാല വിശദീകരിക്കാൻ പോയാൽ അന്നാരും റിഫായി മാല ചോദിക്കൂല, അന്ന് മങ്കൂസ് മൗലൂദ് ചോദിക്കുക. ഇന്ന് മങ്കൂസ് മൗലൂദ് വിശദീകരിച്ചപ്പോൾ അൽഹംദുലില്ലാഹ് ഒരൊറ്റ ചോദ്യം അതിനെ പറ്റി വന്നിട്ടില്ല. ഇപ്പോൾ സിദ്ദീഖ് മൗലൂദിലുള്ള ഒരു ഹദീസാണ് വന്നിട്ടുള്ളത്. ഇത് ശ്രദ്ധേയമായൊരു സംശയം. എടവണ്ണപ്പാറ എന്ന് പറയുന്ന മുജാഹിദിന്റെ കോട്ടകൊത്തളങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥലം, ആക്കോടിന്റെ അടുത്താണ്. അവിടെ ഞാനും MT അബൂബക്കർ ദാരിമി ഒരു മുഖാമുഖത്തിന് ചെന്നപ്പോൾ കൂട്ടത്തോടെ മുജാഹിദ് മൗലവിമാരെയും സിദ്ദീഖ് മൗലൂദ് എടുത്തിട്ട് വന്ന് മണിക്കൂറുകളോളം നീണ്ടുന്ന ഒരൊറ്റ ചോദ്യം. അവസാനം നാട്ടുകാർ അടിച്ചവരെ അടിച്ചു വായിച്ചവരാ, അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ഇത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ശ്രദ്ധേയമായൊരു ചോദ്യമാണ് അദ്ദേഹം ഇങ്ങോട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിൽ സിദ്ദീഖ് മൗലൂദിൻ്റെ കഥ എന്താണെന്ന് നിങ്ങൾക്ക് ആദ്യം മനസ്സിലാണ്, എന്നാലേ ചോദ്യം തിരിയുള്ളൂ. ഞാൻ ആ കഥ സിദ്ദീഖ് മൗലൂദ് വായിച്ച് അർത്ഥം വെക്കാം. പ്രസക്തമായൊരു ചോദ്യം തന്നെയാണ്, എന്നാൽ വളരെ കൃത്യമായി നമുക്കതിന് മറുപടി പറയാൻ കഴിയും. അന്നഹു ജാഅത് ഇംറഅത്തും മിനൽ അൻസാർ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം പറയാണ്. അൻസാരികളിൽപ്പെട്ട ഒരു പെണ്ണ് ഫഖാലത്ത് യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചോറ് വെച്ചിട്ടാ സലാത്ത് അല്ലാത്തത്. നബിയെ റഅയ്തു ഫിൽ മനാമി കഅന്ന നഖലത്തല്ലതി ഫീ ദാരി ഖദ് വഖഅത്. ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടത്, എൻ്റെ വീട്ടിലുള്ള ഈത്തപ്പന അത് പൊളിഞ്ഞു ചാടിയിട്ടുണ്ട്, അത് പൊളിഞ്ഞ് താഴേക്ക് പൊട്ടി വീണിട്ടുണ്ട്. വസൗജി ഫി സഫർ, എൻ്റെ ഭർത്താവ് യാത്രയിലുമാണ്. ഫഖാല, അപ്പൊ ഇതിനെന്താ, ഞാൻ കണ്ട സ്വപ്നം ഇത്. എൻ്റെ ഭർത്താവ് യാത്രയിൽ സ്വപ്നമല്ല, എൻ്റെ ഭർത്താവ് യാത്രയിൽ പോയിട്ടുള്ളത്. ഞാൻ കണ്ട സ്വപ്നം എൻ്റെ വീട്ടിലുള്ള ഈത്തപ്പന മരം കടപുഴകി വീണിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി, ആ സ്വപ്നത്തിന് മറുപടി. എന്താ സ്വപ്നം? ശ്രദ്ധിച്ചിട്ടില്ല. ഈത്തപ്പന വീണതേ സ്വപ്നം കണ്ടിട്ടുള്ളൂ, ഭർത്താവ് പോയത് സ്വപ്നമല്ല, യാഥാർത്ഥ്യ. അവർ റസൂലുള്ള പറയും യജിബു അലൈകി സബ്റു, മോളെ നിനക്ക് ക്ഷമ നിർബന്ധമായിരിക്കുകയാണ്. ഫലൻ തജ്തമി ബിഹി ഇലാ യൗമിൽ ഖിയാമ, ഖിയാമ നാളെ വരെ എൻ്റെ മാപ്പിളേൻ്റെ അടുത്ത് വരൂല. കടപുഴകി വീണത് മാപ്പിളയാണ് എന്നർത്ഥം. അതാ നിന്റെ ഭർത്താവ് മരിക്കാൻ പോവുകയാണ്, മരണം സംഭവിക്കുമെന്നതിൻ്റെ ഇശാറത്താണ് സ്വപ്നത്തിലൂടെ അള്ളാഹു തആല നിനക്ക് തന്നിട്ടുള്ളത്. മരിക്കാൻ പോകും, മരിച്ചിട്ടില്ല, മരിക്കുമെന്ന്. ഫഖറജത് ഇംറഅത്തും, ബാക്കിയ പെണ്ണ് കരയൂലേ, ഉറപ്പല്ലേ മാപ്പിള വരൂല എന്ന് പറഞ്ഞാൽ. ഫറഅത്ത് അബൂബക്കറിൻ, അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ മൂപ്പത്തി കണ്ടു. ഫിത്തരിക്ക് തിരിച്ചു പോകുന്ന, കരഞ്ഞുകൊണ്ട് പോകുന്ന വഴിയിൽ. ഫഖബറതുഹു മാറതുഹു ഫിൽ മനാം, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടും താൻ കണ്ട സ്വപ്നം വേഗം പറഞ്ഞു. വലൻ തദ്കുർ ലഹു മാലഹൻ നബിയു, റസൂലുള്ളാഹി പറഞ്ഞത് സിദ്ദീഖിനോട് പറഞ്ഞില്ല. ശ്രദ്ധിക്കണം നിങ്ങൾ, റസൂലുള്ളാഹി പറഞ്ഞത് സിദ്ദീഖിനോട് പറഞ്ഞില്ല. പറഞ്ഞതിനെ പിന്നെ സിദ്ദീഖ് വേറൊന്നും പറയുമല്ലോ. സിദ്ദീഖേ, ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു, എൻ്റെ ഭർത്താവിന് വരൂല എന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ എന്താ ചെയ്യാ? അപ്പൊ സ്വാഭാവികമായി സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു ഫഖാല ലഹാ ഇദ്ഹബി, പോടടി, ഫൈനകി തജ്തമീന ഫീഹി ഫീ ഹാദിഹി ലൈല, മാപ്പിള ഇന്ന് തന്നെ വരും. മനസ്സിലായിട്ടില്ല? മാപ്പിള ഇന്ന് തന്നെ വരും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഒരു സമാധാനിപ്പിക്കുന്ന വാക്കാണ്. ഇതെന്റെ വിശദീകരണമാണ്, മൗലൂദിലില്ല. റസൂലുള്ളാഹി പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. കേൾക്കുന്നുണ്ടോ പറഞ്ഞത്? വിശദീകരണത്തോടെ പോയിക്കോളൂ. ആ പെണ്ണ് സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടതെന്താ? കടപുഴകി വീണ ഈത്തപ്പനയാണ്. റസൂലുള്ളാഹി തങ്ങൾ അതിന് കൃത്യമായ വ്യാഖ്യാനം കൊടുത്തു. നിന്റെ ഭർത്താവ് കടപുഴകി വീഴാൻ പോവാണ്, മരിക്കാൻ പോവാണ്. സത്യം ആ പെണ്ണിനോട് പറഞ്ഞു. ആ പെണ്ണിന്റെ ദുഃഖം സഹിക്കവയ്യാതെ നടന്നു പോകുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് സംഗതി പറഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ടെൻഷനായി. ഈ പെണ്ണിന്റെ നമ്മളോടൊക്കെ വന്ന് പറഞ്ഞത് സാരില്ല, എന്തായാലും മാപ്പിള വരുന്നല്ലേ പറയാ, സമാധാനിപ്പിക്കുന്ന ഒരു വാക്ക്, ആരാരും പറയുന്ന ഒരു വാക്കാ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ സമാധാനിപ്പിക്കുന്ന വാക്ക് പറഞ്ഞു.
ഫദഖലത് ഫീ മൻസിലിഹ. ആ പെണ്ണ് ഏതായാലും വീട്ടിലേക്ക് തിരിച്ചുപോയി. വഹിയ മുത്തഫക്കിറത്തും ഫീ ഖൗലി നബി വ ഖൗലി അബീ ബക്കറിൻ. റസൂലുള്ളാഹിന്റെ ഖൗലും ഇങ്ങനെ ചിന്തിക്കുന്നു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി വരൂലാന്ന് പറഞ്ഞു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വേറൊന്നും പറഞ്ഞു. ഫലമ്മാ ജന്ന അലൈഹിൽ ലൈലു, രാത്രിയായപ്പോൾ ഫൈദാ ബിസൗജിഹാ ഫീ ദാരിഹാ, ഭർത്താവ് വീട്ടിൽ വന്നു. ഫദഹബത് ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഭർത്താവിനെ കണ്ട ഈ പെണ്ണ് റസൂലുള്ളാഹി തങ്ങളുടെ അടുത്തേക്ക് പോയി. വഖബറഹു ബിഖബരിഹാ, അങ്ങനെ ഭർത്താവ് വന്നു എന്ന വാർത്ത സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ വ്യാഖ്യാനം പറഞ്ഞു എന്ന വാർത്തയും റസൂലുള്ളാഹിനോട് ആ പെണ്ണ് പറഞ്ഞു. ഫനദറതു ബിലാ, സിദ്ദീഖ് റസൂലുള്ള കുറച്ച് ചിന്തിച്ചു, എന്താണ് അങ്ങനെ സംഭവിച്ചത്? അതായത് റസൂലുള്ള സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അറിയുന്ന ആളാണ്. ആ വ്യാഖ്യാനം കറക്റ്റല്ലേ പറഞ്ഞേ, പിന്നെന്താണ് സംഭവിച്ചത്? നബി ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഫജാ ജിബ്രീലു അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, വഖാല യാ മുഹമ്മദ്, നബിയെ അല്ലദീ ഖുൽതഹു ഹുവൽ ഹഖ്, നിങ്ങൾ പറഞ്ഞതാ സത്യം. ആ ഭർത്താവ് ഇന്ന് കടപുഴകി വീഴുമെന്നാണ് ആ സ്വപ്നം. നിങ്ങൾ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞ സത്യമാണ്. വലാകിൻ ലമ്മാ ഖാല അബൂബക്കറിൻ ഇന്നക തജ്തമഈന ബിഹി, സിദ്ദീഖ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, എന്തായാലും നിങ്ങളുടെ ഭർത്താവ് ഇങ്ങോട്ട് വരുന്നല്ലേ പറഞ്ഞത്. ആ പറഞ്ഞത് സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാണെങ്കിൽ മൂപ്പരത് പറഞ്ഞല്ലോ. അപ്പൊ ഇസ്തഹിയല്ലാഹു മിൻ അയ്യജ്രിയ അലാ ലിസാനിഹിൽ കദിബു, മൂപ്പര് പറഞ്ഞത് എനിക്ക് കളവായി പോണ്ട എന്ന് അല്ലാഹു തആല വിചാരിച്ചുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞതിലേക്ക് കാര്യം തീരുമാനിച്ചു. ലിഅന്നഹു സിദ്ദീഖും ഫി ദുനിയ വൽ ആഖിറ, കാരണം സിദ്ദീഖ് ദുനിയാവിലും ആഖിറത്തിലും സിദ്ദീഖാണല്ലോ. ഒന്നും കൂടി ശ്രദ്ധിക്കണം, ശരിക്കും ശ്രദ്ധിക്കണം വിഷയം. ഞാൻ ഈ വിഷയം അവസാനം കൈകാര്യം ചെയ്യാണ്. ഇനി എന്റെ വിശദീകരണമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞതാണ്. അത് അങ്ങനെ തന്നെയാണ്. പക്ഷെ ഈ പെണ്ണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് വേദനയോടെ പറഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമാധാനിപ്പിക്കാൻ ഒരു വാക്ക് പറഞ്ഞു. ആ സമാധാനിപ്പിക്കാൻ ഒരു വാക്ക് പറഞ്ഞപ്പോൾ അല്ലാഹു തആല തീരുമാനം മാറ്റിയതാണ്, ഖദർ മാറ്റിയതാണ്. മനസ്സിലായോ പറഞ്ഞത്? ഖദർ മാറ്റിയതാണ് അല്ലാഹു തആല ഖദർ. അപ്പൊ രണ്ടാളും കളവ് പറഞ്ഞിട്ടില്ല. റസൂലുള്ള ഉള്ളത് പറഞ്ഞു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതിലേക്ക് അല്ലാഹു കാര്യം മാറ്റി. ഒന്നും കൂടി ഞാനൊരു ഉദാഹരണം പറയാം, മനസ്സിലാകാൻ ഒരു ഉദാഹരണം. നിങ്ങൾ ഇതിൽ വേദാകരണ്ട്. ഇതിനേക്കാളും വലിയ സംഭവം ഹദീസ് ഞാൻ വായിക്കാൻ പോവാം, ബുഖാരിന്ന്, മുസ്ലിം ഞാൻ വായിക്കാൻ പോവാണ്, കിതാബുകളിൽ നിന്ന് മുഴുവനും വായിക്കാൻ പോവാണ്. ഞാൻ കണ്ണൂർ ടൗണിൽ നിന്ന് വരികയാണ്. കണ്ണൂർ ടൗണിൽ ഇന്ന് അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ന് തളിപ്പറമ്പ് ഭാഗത്തേക്ക് ബസ്സേ ഇല്ല. തളിപ്പറമ്പ് ഭാഗത്ത് ബസ്സില്ല. ഞാനത് അങ്ങനെ തന്നെ ഇവിടെ വന്ന് പറഞ്ഞു, ഇന്ന് തളിപ്പറമ്പ് ഭാഗത്ത് ബസ്സില്ല. ഇവിടെ ബഹുമാനപ്പെട്ട വലിയൊരു മഹാന്, ഒരു വലിയ ഔലിയാക്കളിൽപ്പെട്ട ഒരു മഹാന്, അയാൾ പറഞ്ഞു തളിപ്പറമ്പിലേക്ക് ബസ് ഉണ്ട്, പോയിക്കോളി എന്ന് പറഞ്ഞു ഒരാളോട്. അങ്ങനെ നമ്മൾ ഷെയ്ഖ് മുഹമ്മദ് ഫൈസി തളിപ്പറമ്പിലേക്ക് ബസ് ഉണ്ട്, ആ മഹാൻ പറഞ്ഞില്ലേ എന്ന് വെച്ച് പോയി നോക്കുമ്പോൾ ബസ് അവിടെ ഉണ്ട്. അവിടെ ബോർഡ് എഴുതി വെച്ചതുള്ളതാ, ഇന്ന് ബസ്സില്ലാൻ തീരുമാനിച്ചതാ. പക്ഷെ അല്ലാഹു തആല ആ വലിയ മഹാന്റെ വാക്ക് സാധിക്കാക്കാൻ വേണ്ടി ഇവിടെ ബസ് തളിപ്പറമ്പിലേക്ക് പോകണ്ടെന്ന് തീരുമാനിച്ച ആളുകളെ മനസ്സിൽ തോന്നി ഏതായാലും ഒരു വണ്ടി ഇട്ടേക്കാ. ഞാൻ പറഞ്ഞ കളവുണ്ടോ? ഉണ്ടോ? മഹാൻ പറഞ്ഞത് കളവുണ്ടോ? ഞാൻ പറഞ്ഞത് ഉള്ളതായിരുന്നു. ആ മഹാൻ പറഞ്ഞതിലേക്ക് കാര്യം അള്ളാഹു മാറ്റിയതാണ്. അപ്പൊ അക്കായി അള്ളാഹു തആല ആ പെണ്ണിന്റെ ഭർത്താവിന്റെ മരണം അന്ന് അള്ളാഹു കണക്കാക്കിയതാണ്. ആ കണക്കാക്കിയതിലേക്കാണ് സ്വപ്നം, അത് അതിന്റെ വ്യാഖ്യാനം അങ്ങനെ തന്നെയാണ്. പക്ഷെ ആ ഖദർ അള്ളാഹു മാറ്റിയതാണ്, അതിന് പ്രശ്നമില്ലല്ലോ, ഖദർ മാറ്റിയതാണ്. ഇനി ഇതിന് സമാനമായ സംഭവം ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു തന്റെ സഹീഹിൽ, ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു തന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു സംഭവം, ഒന്നൊന്നല്ല പല സംഭവങ്ങളുണ്ട്. ഞാനൊരു ഉദാഹരണം പറയുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന അനസ് റളിയല്ലാഹു തആല അൻഹു, അനസ് റളിയല്ലാഹു തആല അൻഹു, ആരാണ് അനസ് എന്നറിയോ? അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഒരു അനസുണ്ട്, പള്ളിയിൽ എപ്പോൾ ഉണ്ടാകുന്ന പൊന്നാരിന്റെ പേരിൽ ഖാദിം അനസ്. ഉമ്മു സുലൈം റസൂലുള്ളാഹിക്ക് സംഭാവന കൊടുത്ത ഒരു അനസില്ലേ, ആ അനസിന് ഒരു അമ്മാവനുണ്ട്, അനസ് ബിൻ നദർ എന്ന് പറയുന്ന സഹാബി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഒരു വലിയ സഹാബിയാണ്. ബഹുമാനപ്പെട്ട അനസ് ബിൻ നദർ റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ പെങ്ങള്, ശരിക്കും ശ്രദ്ധിക്കണം, തങ്ങളുടെ പെങ്ങൾ ഉമ്മുർ റബീ എന്ന് പറയുന്ന പെങ്ങള് ഒരു ആളെ, ഒരു പെണ്ണിനെ ഒന്ന് അടിച്ചപ്പോൾ പല്ലിന് തട്ടി പല്ല് പൊട്ടിപ്പോയി. തട്ടിയതാ, പല്ല് പൊട്ടിപ്പോയി. ആ പെണ്ണ് റസൂലുള്ളാഹിന്റെ അടുത്ത് കേസ് കൊടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ള ഖാദിയല്ലേ, മനസ്സിലാകുന്നുണ്ട്? റസൂലുള്ള ഖാദിയാണ്. റസൂലുള്ള വിധിച്ചു ഈ പെണ്ണിന്റെ ഉമ്മുർ റബീന്റെ പെണ്ണിന്റെ പല്ല് പൊട്ടിക്കണം. ഇങ്ങോട്ട് പല്ല് പൊട്ടിച്ചാൽ അങ്ങോട്ട് പല്ല് പൊട്ടിക്കലേ, അല്ലെങ്കിൽ അവര് മാപ്പ് കൊടുക്കണം, അല്ലെങ്കിൽ ദിയത്ത് കൊടുക്കണം. അവർ ഒരു നിലക്കും ദിയത്തിനോ മാപ്പിനോ വിട്ടുതരുന്നില്ല. പല്ല് ഞങ്ങൾ പൊട്ടിക്കുന്ന ഈ ആളുകളുടെ വാദം. ബഹുമാനപ്പെട്ട ഉമ്മുർ റബീന്റെ പല്ല് പൊട്ടിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ ഖാദി തീരുമാനം വിട്ടു.
ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ പറഞ്ഞു, കുടുംബക്കാർ പറഞ്ഞു, നബിയെ ഒന്ന് ഒഴിവാക്കി കൊടുക്ക്, പല്ല് അറിയാണ്ട് പൊട്ടിച്ചു പോയതല്ലേ, കരുതിക്കൂട്ടി ചെയ്തൊന്നല്ലല്ലോ. അവർ മാപ്പ് കൊടുത്തില്ലെങ്കിൽ അങ്ങനെ തന്നെ വിധിയുള്ളൂ, മാറ്റമില്ല, വിധി അങ്ങനെ തന്നെയാ. ഞാൻ വിധിച്ചുപോയി. ഖുർആൻ കിതാബുല്ലാഹ് ഖാല വല്ലാഹി ലാ യഖതസു മിൻഹാ അബദ. ബഹുമാനപ്പെട്ട അനസ് ബിൻ നദർ റളിയല്ലാഹു തആല ഈ പെണ്ണുങ്ങളുടെ ആങ്ങളെ പറയാൻ, നബിയെ ആ പെണ്ണിന്റെ പല്ല് പൊട്ടിക്കാനാവൂല, പൊട്ടിക്കൂല, വല്ലാഹി പൊട്ടിക്കൂല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, കിതാബുല്ലാഹ് ഖുർആൻ പറയുന്നത് പൊട്ടിക്കണം. ദീയത്തിന് ഇങ്ങോട്ട് പല്ല് പൊട്ടിച്ച് അങ്ങോട്ട് പൊട്ടിക്കണമെന്നല്ലേ? അള്ളാഹിന്റെ ഖുർആൻ പറയുന്നത് പൊട്ടിക്കണമെന്നോ? നിങ്ങൾ പൊട്ടിക്കൂലെന്നോ? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി ലാ യുഖ്തസു മിൻഹാ യാ റസൂലല്ലാഹ്. പല്ല് പൊട്ടിക്കൂല നബിയെ, പൊട്ടിക്കൂല നബിയെ. റസൂൽ പറയുന്നത് പൊട്ടിക്കണം, അനസ് ബിൻ നദർ പറയുന്നത് പൊട്ടിക്കൂല നബിയെ. ഉടനെ പൊട്ടിക്കാൻ വേണ്ടി വന്ന ആളുകളുടെ മനസ്സങ്ങ് മാറി, ഞങ്ങൾ കിസാസ് വേണ്ടെന്ന് വെച്ചു. മനസ്സിലായി പറഞ്ഞത്? ഒന്ന്, ഖുർആനിന്റെ നിയമം നബി പറഞ്ഞതാണ്, പൊട്ടിക്കും. കിതാബുല്ലാഹ് ഖുർആൻ പറയുന്നു പൊട്ടിക്കണം, പൊട്ടിക്കും, പൊട്ടിക്കും നബി. പൊട്ടിക്കൂല അനസ്. അവരെ മനസ്സങ്ങ് മാറിയാ പിന്നെ ഖുർആന്റെ നിയമം മാറി. അവർക്ക് വിട്ടുവീഴ്ച കൊടുത്ത് ദിയത്ത് കൊടുത്ത് ഒഴിവാക്കാം, അല്ലെങ്കിൽ മാപ്പ് കൊടുത്ത് ഒഴിവാക്കാം. ഇതിന് സമാനമായൊരു സംഭവമാണ് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മഹത്വം കിട്ടാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തീരുമാനം അങ്ങ് മാറ്റിയതാണ്. അതിനു മുമ്പുള്ള തീരുമാനമാണ് നബി പറഞ്ഞത്. അതുകൊണ്ട് രണ്ടിലും കളവില്ല എന്നൊക്കെ പറയണ്ടേ പറയാം. മഹത്വം നബിക്ക് തന്നെ അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ മഹത്വം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഇല്ലല്ലോ. ദുനിയാവിലൊരു ഉദാഹരണം ഉസ്താദ് പറഞ്ഞത്, തളിപ്പറമ്പ് ഭാഗത്തേക്കുള്ള ബസ്സില്ല എന്ന് ബസ് സ്റ്റാൻഡിൽ എഴുതി വെച്ചത് ഇവിടെ വന്നപ്പോൾ ഒരു മഹാൻ പറഞ്ഞു തളിപ്പറമ്പ് ഭാഗത്ത് ബസ്സുണ്ട് എന്ന്. അവിടെ എഴുതി വെച്ച അയാളെക്കാൾ മഹത്വമുള്ളതാണ് ഇവിടെയുള്ള മഹാൻ. അതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ മഹത്വമുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതല്ലേ വാസ്തവമാവേണ്ടത്? ഒന്നും കൂടി ചിന്തിച്ചാൽ ഈ ചോദ്യം ചോദിക്കൂലായിരുന്നു. ഇൻഷാ അല്ലാഹ് ചിന്തിപ്പിച്ചാൽ ആ ചോദ്യം അവസാനിക്കുന്ന ഞാൻ വിചാരിക്കുന്നത്. കണ്ണൂർ ടൗണിൽ തളിപ്പറമ്പേക്ക് ബസ്സില്ല എന്ന് എഴുതി വെച്ചത് നഗരസഭന്റെ ആൾക്കാരാണ്. ശരിക്കും ശ്രദ്ധിക്കണം. ഇന്ന് തളിപ്പറമ്പ് ഭാഗത്തേക്ക് ബസ് ഓടാൻ പാടില്ല നിർത്തിവെച്ചിരിക്കുന്നു എന്ന് എഴുതി വെച്ചിരിക്കുന്ന കണ്ണൂർ നഗരസഭന്റെ ആൾക്കാരാണ്. കോർപ്പറേഷനാ എന്തെങ്കിലും പുണ്ണാക്കായിക്കോട്ടെ. ഇല്ലാത്ത കണ്ണൂരിനെ ഉദാഹരണം പറയണത്. ചോദ്യത്തിൽ എന്താ കഥ ചോദ്യമില്ല എന്ന് പറയില്ലേ? ഒരു കഥയാണ്, ഇതൊരു ഉദാഹരണമാണ്. ലറബ ദൈദുൻ അമ്രൻ, ദൈദ് അമ്രനെ അടിച്ചു എന്ന് രണ്ട് കുട്ടികൾ ഓടിപ്പോയി. ഉസ്താദെ എനിക്കും കിട്ടും അടിയെന്ന് വെച്ചാൽ ഞാനത് ദർശനില്ല. അതൊരു ഉദാഹരണമാണ്. മനസ്സിലായിട്ടില്ല? ഒരു കുട്ടി ഓതാൻ പോയി, ഉസ്താദ് ആദ്യം തന്നെ ഫായിലിന് റഫും മഫൂലിന് നസ്ബും പറയാനൊരു ഉദാഹരണം. ലറബ ദൈദുൻ അമ്രൻ, ദൈദ് അമ്രനെ അടിച്ചു. രണ്ട് കുട്ടി ഓടിപ്പോയി. എന്തിനാണ്? അവിടെ അടിയാണ് ദർശനി എന്ന് ആരും പറയരുത്. അത് ഉദാഹരണമാണ്. കണ്ണൂർ കോർപ്പറേഷനിൽ കോർപ്പറേഷൻ തീരുമാനിച്ചു ചെയ്യുന്ന തളിപ്പറമ്പേക്ക് ബസ്സില്ല. അത് ഇവിടെ വന്ന് പറഞ്ഞത് വരക്കൽ മുല്ലക്കോയ തങ്ങളാണ്. വരക്കൽ മുല്ലക്കോയ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇവിടെ വന്ന് ഇസ്ലാമിക് സെന്ററിൽ കയറി തളിപ്പറമ്പ് ഭാഗത്തേക്ക് ബസ്സില്ല കേട്ടോ. അപ്പൊ ഇവിടെ കുറച്ച് ആൾക്കാർ കുടുങ്ങിയിട്ടുണ്ട്, പച്ചപ്പാവങ്ങൾ. മൂപ്പർ ഉള്ളത് പറഞ്ഞ നിയമം പറഞ്ഞതാ, ഹക്കീക്കത്ത് പറഞ്ഞതല്ല. അവിടെ ഉള്ളൊരു നിയമം ഇവിടെ അറിയിച്ച് ഇലാമ ചെയ്തതാ. മനസ്സിലാകുന്നുണ്ടോ പറയണത്? മൂപ്പർ ഹക്കീക്കത്ത് പറഞ്ഞതല്ല. അപ്പൊ കുറച്ച് കുട്ടികൾ വിഷമിച്ച് കണ്ടപ്പോ കണ്ണിയത്ത് ഉസ്താദ് ഉണ്ടായിരുന്നു അവിടെ മൂലക്ക് ഇരുന്നിട്ട്. കണ്ണിയത്ത് ഉസ്താദ് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ സമസ്തയിലെ 40 മുശാവറ മെമ്പറിനാണ്. ചെറിയൊരു ചെറുപ്പക്കാരനാണ് കണ്ണിയത്ത് ഉസ്താദ്, ചെറിയ ആളാ. വരക്കൽ മുല്ലക്കോയ വലിയ മഹാനാ. ഈ കുട്ടികളെ വിഷമം കണ്ടപ്പോൾ കണ്ണിയത്ത് ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദെ ബസ്സില്ല പോലും ഞങ്ങളോട് കുടുങ്ങിപ്പോയി. ബസ് ഉണ്ടടാ എന്ന് പറഞ്ഞു. അത് കറാമത്തോണ്ട് പറഞ്ഞ മനസ്സിലായിട്ടില്ല. നിങ്ങൾ പോഴടാ ബസ് ഉണ്ടടാ എന്ന് പറഞ്ഞു. എന്നാൽ കറാമത്തോണ്ടാവും അവർ പറയണത്. പോയേക്കുമ്പോൾ ബസ് കിട്ടിപ്പോയി. വരക്കൽ മുല്ലക്കോയത്തങ്ങൾ പറഞ്ഞതിനോട് ഇത് എതിരല്ല. വരക്കൽ മുല്ലക്കോയത്തങ്ങൾ അവിടെ ബോർഡ് വെച്ചത് അവിടെയുള്ള നിയമം അറിയിച്ചതാ. വരക്കൽ മുല്ലക്കോയത്തങ്ങൾ അതിൽ മോശപ്പെടുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല, നിയമം അറിയിച്ചതാണ്. അവിടെ നിയമം അങ്ങനെയാ. എന്നാൽ ആ നിയമം കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞതുകൊണ്ട് അള്ളാഹു മാറ്റുകയാണ്. വരക്കൽ മുല്ലക്കോയ തങ്ങൾ പറഞ്ഞ സാദിഖുവാണ്, ഹക്കുവാണ്. ഇനി ഒന്നും കൂടി പറയട്ടെ. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹക്കായ അള്ളാഹുവിന്റെ ഖദാൻ. ആ പെണ്ണിന്റെ ഭർത്താവ് മരിക്കാൻ പോവാണ്. അതിന്റെ കൃത്യമായ അതിലേക്ക് ഇശാർത്ത് ചൂണ്ടുന്ന സ്വപ്നമാണിത്. ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ഹക്കാണ്. പക്ഷെ അള്ളാഹു ഖദാങ് മാറ്റി. എത്ര ഖദാങ് മാറ്റിയ സംഭവമുണ്ട്. ഖദാങ് മാറ്റി. ആ ഖദാങ് മാറ്റാൻ കാരണം സിദ്ദീഖ് തങ്ങളുടെ വാക്കാണ്.
അപ്പൊ ഖലാ മാറ്റിയപ്പോൾ നേരത്തെ കദിബാകുന്നില്ല. ഇനി ഫളായിലിന്റെ കായിക നമ്മൾ മനസ്സിലാക്കണം. ഏതൊരു മനുഷ്യന്റെയും മഹത്വം പറയുമ്പോൾ മറ്റേ ആളാണെന്ന് മാറിക്കൊടുക്കാണ്ട് മഹത്വം വരൂല. മനസ്സിലായിട്ടില്ല? ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു മഹത്വം പറയാൻ ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്. ഇതെല്ലാവരും പൊതുവേ മനസ്സിലാക്കേണ്ടതാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ പറ്റി അള്ളാഹുവിന്റെ റസൂൽ പറയാ, ലൗ കാന നബിയ്യും ബഅദീ ലകാന ഉമർ. എന്റെ ശേഷം ഒരു നബി ഉണ്ടാകുമെങ്കിൽ അത് ആരാണ്? ഉമറാണ്. അപ്പൊ അബൂബക്കർ ഇല്ലേ? അബൂബക്കറിന് എല്ലാം എന്തായാലും മഹത്വം മൂപ്പറല്ലേ ആണ്ട്. അത് മൂപ്പരൊരു മഹത്വം പറയാണ്. സിദ്ദീഖ് റളിയല്ലാഹു വേറെ മഹത്വങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മഹത്വം ഇവിടെ വരുന്നതുകൊണ്ട് റസൂലുള്ളാഹി മോശപ്പെടുന്നില്ല. ആ വിഷയത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹു മഹത്വപ്പെടുത്തി. ഏതൊരു മഹത്വവും ഒരാൾക്ക് ഇസ്ബാത്ത് ചെയ്യപ്പെടണമെങ്കിൽ ആ വിഷയത്തിൽ മറ്റുള്ള ആളുകൾ കുറച്ച് മാറി നിന്ന് കൊടുക്കേണ്ടി വരും, എന്നാലേ മഹത്വം ഉണ്ടാവുള്ളൂ. അത് ബാബുൽ ഫളിലിന്റെ ഒരു സ്വഭാവമാണ്. അതെല്ലാ സ്ഥലത്തും അങ്ങനെയാണ്. നിങ്ങൾ എന്ത് ആരെ മഹത്വപ്പെടുത്തി പറഞ്ഞാലും അപ്പുറം ചോദിക്കുന്ന അതെന്താ മറ്റാക്കില്ലാത്തത്, ഇപ്പൊ എന്താ വരക്കൽമുല്ല കോയത്തങ്ങൾക്കുള്ള എന്താ കണ്യത്തുസ്ഥാൻ ഇല്ലാത്തത് എന്ന് ഒരാൾ വലുതാകണേ മറ്റാൾ കുറച്ച് മാറിക്കൊടുക്കണം, എന്നാലേ സംഭവിക്കുള്ളൂ. അത് മഹത്വത്തിന്റെ സ്വഭാവം. ഏത് ഫളായിലിന്റെ ബാബിലും അത് വരുന്നതാണ്. അതിന് ശരയ്യായ ഒരു പ്രശ്നവുമില്ല. റസൂലുള്ളാഹി ചെറുതാവുന്നുമില്ല. ഇനി ചോദിക്കട്ടെ, നിങ്ങൾ പറയുന്നത് പോലെയാണെങ്കിൽ അനസ് ബിൻ നദർ വലിയത്, റസൂലുള്ളാഹി വലിയത്. അതിപ്പോ അനസ് ബിൻ നദർ വലുതായല്ലോ, നബിനെ ബുഖാരി ചാടുക, മുസ്ലിം നമുക്ക് അറിയാം. കാരണം എന്താ? റസൂലുള്ളാഹിനെക്കാട്ടി അനസ് ബിൻ നദർ വലുതായിട്ടാ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ല, അനസ് ബിൻ നദറാണ്. ഞങ്ങൾ ആ ബുഖാരിന്റെ ഹദീസ് ഉൾക്കൊള്ളുന്നു, ഞങ്ങൾ മുസ്ലിമിന്റെ ഹദീസ് ഉൾക്കൊള്ളുന്നു. കാരണം ഖായിദ ഇന്നതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സിദ്ദീഖ് മൗലിദും ഉൾക്കൊള്ളുന്നു. കാരണം ഖായിദ ഇന്നതാണ്. അത് ഉൾക്കൊള്ളാത്ത മനസ്സ് എന്ന് പറയുന്നതിന്റെ മനസ്സിനെ പറ്റി എനിക്ക് തോന്നുന്നത് വഹാബി മനസ്സ്. നിങ്ങളെ പറ്റിയല്ലേ? ഒരു സങ്കടം കണ്ടില്ല, ഒരു മൈക്കുള്ളത് മുഖാമുഖത്തിന്. ഇത് മുജാഹിദീങ്ങള് ചോദിക്കുന്നതാ, ഉസ്താദ് ചോദിച്ചിട്ടുണ്ടാവും, അതുപോലെ നമ്മളോടും ചോദിച്ച് ഇങ്ങനെ ആക്കുന്നതായിരിക്കും. പക്ഷെ ഇത് ഈ മറുപടി ഞാൻ കേട്ടിട്ട് സംഭവം പറഞ്ഞിരുന്നു. പക്ഷെ ഈ അനസ് നദറിന്റെ ഇപ്പോഴാണ് കേട്ടത്. അതുപോലെ ഞാൻ പറഞ്ഞത് ഈ ഞാൻ വേറെ സംഭവം നിങ്ങൾക്കൊക്കെ അറിയുന്നൊരു സംഭവം പറയാം. ഇതിന് സമാനമായ നൂറുകണക്കിന് ഹദീസുണ്ട്. ഒരു സംഭവം, ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു, മങ്കാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അവൻ സ്വർഗത്തിലാന്ന് പറഞ്ഞു. ഇതാര് കേട്ടു? അബൂ ഹുറൈറ കേട്ടു. ജനങ്ങളോട് പറഞ്ഞു, മങ്കാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഉമർ റളിയല്ലാഹു അൻഹു അടിച്ചിട്ട് നിലത്ത് വീണു. മൂപ്പര് മണ്ടി, ഞാൻ റസൂലുള്ളാഹിന്റെ അടുത്ത് പോവാണ്. ഉമർ റളിയല്ലാഹു അൻഹു മണ്ടി. രണ്ടാളും മേക്കിന് മുമ്പിൽ ഓടി. റസൂലുള്ളാഹി ഒരു സ്ഥലത്ത് ഒളിഞ്ഞിരിക്കുകയായിരുന്നു. ആ ഒളിഞ്ഞിരിക്കുന്ന സ്ഥലത്തിന്റെ ചുറ്റുഭാഗത്തും മതിലുണ്ട്. മതിലിന്റെ അടിയിലൂടെ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. വാചകമൊന്നും വേണ്ടി വരില്ലെന്ന് കരുതിയിട്ട് വേണമെങ്കിൽ ഇപ്പം എടുക്കൂ. അങ്ങനെ ആ മതിൽ പൊളിച്ച ഒരു ഭാഗമുണ്ട്, അതിന്റെ ഉള്ളിലൂടെ നുഴഞ്ഞു കയറി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് മണ്ടി ചെല്ലിയപ്പോൾ റസൂലുള്ളാഹി ഖൽവത്തിലിരിക്കുകയാണ്. നബിയോട് ചന്താ അബൂ ഹുറൈറ, നബിയെ അടിച്ചു. നബിയെ ആര്? ഉമർ നബിയെ. എന്തിനാ നബിയെ? നിങ്ങൾ പറഞ്ഞ ഹദീസ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടാ. എന്നിട്ട് നല്ലോണം പറ്റിയ അബൂ ഹുറൈറ? ആ പറ്റി, നല്ലത് അടി കിട്ടിട്ട് അത് കാണിച്ചു കൊടുത്തു. അപ്പൊ വന്നപ്പോ പിന്നാലെ വരുന്നുണ്ട് ഉമർ റളിയല്ലാഹു അൻഹു. ഉമറെ അടിച്ചോ? ആ അടിച്ചു. എന്തിനാ അടിച്ചത്? ഇത്ര വേഗം
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നേരത്തെ സംശയം മുജാഹിദീങ്ങൾ ചോദിക്കുന്ന സംശയം പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ജിബ്രീൽ അലൈഹി ഇസ്ലാം അവസാനമായി ഇടപെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഹുവൽ ഹഖ് എന്ന് പറഞ്ഞത്. അതിനുശേഷം പറഞ്ഞു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതിലേക്ക് കാര്യത്തിൻ്റെ യാഥാർത്ഥ്യത്തെ എത്തിച്ചു. അതിനുശേഷം ആ കാരണം കൂടി ഹദീസിൽ ഉദ്ധരിക്കാം. ലിയന്നഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സിദ്ദീഖുൻ ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും സിദ്ദീഖാണ്. ആ വാക്ക് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുമ്പ് പറഞ്ഞ വാക്കാ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ച്. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ച് ഇത് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ ഹദീസും ഈ സംഭവം അറിയിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ് സിദ്ദീഖ് തങ്ങളെക്കാൾ മഹത്വമുള്ളത് എന്നതിലേക്ക് തന്നെയാണ് അവസാനം ഇതും എത്തിച്ചേരുന്നത്. പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ അങ്ങനെയാണെങ്കിലും അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നത്. കാരണം ആ വാക്കിൻ്റെ പോയിന്റ് സിദ്ദീഖാണ് ദുനിയാവിനും, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്ക്. അപ്പോൾ അതാണ് ഇല്ലത്ത്, അതാണ് യഥാർത്ഥത്തിലുള്ള കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിക്ക് ഒന്നുകൂടി മഹത്വം കൂടുകയാണ് ചെയ്യുന്നത്. ലിഅന്നഹു സിദ്ദീഖുൻ ഫിദ്ദുനിയ വൽ ആഖിറ. ലിഅന്നഹു ഹുവന്റെ മർജി സിദ്ദീഖ് അല്ലാഹു അല്ലേ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദുനിയാവിലും ആഖിറ സിദ്ദീഖായത് കൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഖദറിനെ ഇന്തിഖാൽ ചെയ്തത്. അപ്പോൾ അതിനേക്കാൾ സിദ്ദീഖ് റസൂലുള്ളാഹിയല്ലേ അമീൻ ഫിദ്ദുനിയ വൽ ആഖിറ. സിദ്ദീഖ് റസൂലുള്ളാഹിയല്ലേ സിദ്ദീഖുൻ ഫിദ്ദുനിയ വൽ ആഖിറ. റസൂലുള്ളാഹി അങ്ങനെ തന്നെയല്ലേ. അതിൻ്റെ മറുപടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. പറഞ്ഞെല്ലാം പറഞ്ഞ പിന്നെ ആദ്യം കറയിലാമാ പറഞ്ഞേ, എല്ലാവർക്കും തിരിച്ചില്ലേ പറഞ്ഞേ, മറുപടി സൂട്ടായിട്ടില്ലേ? ഇതാണ് ഞാൻ പറഞ്ഞത്. ഇടവണ്ണപ്പാറിൻ്റെ ഉദാഹരണം ആദ്യം പറഞ്ഞത് നിങ്ങൾ ഇടവണ്ണപ്പാറ ആക്കണ്ടെന്ന് കരുതിയിട്ടാ. പക്ഷെ നിങ്ങളങ്ങനെ ആവരുത്. മനസ്സിലായിട്ടില്ല? ഇപ്പം എല്ലാവർക്കും മനസ്സിലായില്ലേ വിഷയം? എല്ലാ കായികയെല്ലാം താമായി പറഞ്ഞു. ഇനി ഒന്നും കൂടി ഒരു ഹദീസും കൂടി നമുക്ക് പറയാം. ബഹുമാനപ്പെട്ട സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ അടിച്ച് പേതി നിർത്തിയിട്ടല്ലേ ഞങ്ങളുള്ളത്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പുറത്തു വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ സ്വർഗ്ഗത്തിൽ കിടക്കുന്ന റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്ത ഹദീസ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്താ. റസൂലുള്ളാഹിന്റെ അടുത്ത് സഹാബികളുടെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു തആല അടിച്ചു. റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് തിരിച്ചു ചെന്നു. റസൂലുള്ളാഹി ചോദിച്ചു, അടിച്ചോ അബൂ ഹുറൈറ? അടിച്ചു. ആരാ അടിച്ചത്? ഉമറാണ് റളിയല്ലാഹു അൻഹു. എന്തിനാ അടിച്ചത്? ഞാനിത് പറഞ്ഞു തന്നിട്ട്. നിങ്ങൾ പറഞ്ഞെന്നാ ഞാൻ പറഞ്ഞു. ഉമർ പറഞ്ഞ സത്യമല്ലേ? മനസ്സിലായിട്ടില്ല? നിങ്ങൾ പറഞ്ഞ സത്യം, റസൂലുള്ളാഹി പറഞ്ഞത് സത്യമാണ്. പക്ഷെ എന്തിനാ അടിച്ചത്? ഉമർ റളിയല്ലാഹു അൻഹു ഉമറെ എന്തിനാ അടിച്ചത്? ശരിക്കും ശ്രദ്ധിക്കണം. ഉമറെ എന്തിനാ അടിച്ചത്? ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാൻ, നബിയേ മങ്കാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗത്തിൽ കടക്കുമെന്ന് പറഞ്ഞ് ജനങ്ങളോട് പറഞ്ഞാൽ എന്താ ഉണ്ടാകുക? ഇതൻ ഫയത്തക്കിലു, അവരെല്ലാവരും പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് കുത്തിരിക്കൂലേ? പള്ളിയിൽ ബാങ്ക് കൊടുത്ത ആളുണ്ടാവോ? നോമ്പ് വെക്കാൻ ആളുണ്ടാവോ? ജുമയ്ക്ക് ആൾ വരുവോ? മനസ്സിലായിട്ടില്ല? കടപ്പുറത്ത് പോയ പോലെ ഉണ്ടാകുക. ജുമയ്ക്കും ആളുണ്ടാവില്ല, ഒന്നിനും ആളുണ്ടാവില്ല അല്ലേ? ഒരു കൊല്ലത്തിന് മൗലൂദിന് ചോറ് വെക്കാനേ ആളുണ്ടാവുള്ളൂ. മങ്കാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. അതുകൊണ്ട് ഈ വാദം ജനങ്ങളോട് പറഞ്ഞു, അത് ശരിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതിനെ അംഗീകരിക്കുന്നു. ഇത് ഇമാം മുസ്ലിം തങ്ങൾ സഹീഹ് മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇത് നമുക്ക് തള്ളാൻ കഴിയോ? ഇത് ഇമാം മുസ്ലിം റിപ്പോർട്ട്, ഇത് മുജാഹിദിന് തള്ളാൻ കഴിയോ? ഇത് ജമാഅത്തിന് തള്ളാൻ കഴിയോ? ഇത് ആർക്കെങ്കിലും തള്ളാൻ കഴിയോ? എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതിനല്ലേ റസൂലുള്ളാഹി അംഗീകരിച്ചിട്ടുള്ളത്? ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് പ്രകാരം ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ അടിക്കുന്ന റസൂലുള്ളാഹി അബൂ ഹുറൈറക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അബൂ ഹുറൈറ പറഞ്ഞ അടിയും കിട്ടി. ഇവിടെ ആരാ ജയിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ? ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അഭിപ്രായം ജയിച്ചില്ലേ? അപ്പോൾ റസൂലുള്ളാഹി ചെറുതായില്ലേ? അങ്ങനെയുള്ള ചെറുതാകൽ മുസ്ലിമിൽ വന്നാൽ നിങ്ങൾ അംഗീകരിക്കോ? സിദ്ദീഖ് മൗലൂദിൽ മാത്രമേ നിങ്ങൾക്ക് വിരോധമുള്ളൂ? ഞങ്ങൾ വഹാബികളോടാ ചോദിക്കണം, നിങ്ങളോടല്ല. സിദ്ദീഖ് മൗലൂദിൽ വന്നാൽ നിങ്ങൾക്ക് പറ്റൂല എന്ന് ഇമാം മുസ്ലിം ഇതാ ഉദ്ധരിക്കുന്നു. നേരത്തെ ഇമാം ബുഖാരി ഇതാ ഉദ്ധരിച്ചിരിക്കുന്നു. അതിലൊക്കെ റസൂലുള്ളാഹി ചെറുതായിരിക്കാൻ. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ ബുഖാരിയും മുസ്ലിമും എടുക്കുന്നു, അതുപോലെ സിദ്ദീഖ് മൗലൂദ് എടുക്കുന്നു. ഞങ്ങൾ അത് ഉൾക്കൊള്ളുന്നു, ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതിൽ റസൂലുള്ളാഹിയാണ് യഥാർത്ഥത്തിൽ വലിപ്പപ്പെട്ടിട്ടുള്ളത്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് യഥാർത്ഥത്തിൽ വലിപ്പം. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന എന്ന് പറഞ്ഞ ഹക്കാണ്. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞ ഹക്കാണ്. അത് അബൂ ഹുറൈറ കേട്ടതും ഹക്കാണ്. അബൂ ഹുറൈറ ജനങ്ങളോട് പറഞ്ഞതും ഹക്കാണ്, അതിലൊന്നും ഒരു കളവില്ല. പക്ഷേ അത് ജനങ്ങളുടെ മുമ്പിൽ അത്ര വേഗം പറഞ്ഞാൽ ജനങ്ങൾ അതിനെ എങ്ങനെ സമീപിക്കുമെന്ന നിലപാട് ഉമർ റളിയല്ലാഹു അൻഹു അറിയിച്ചു. അത് നബി പറഞ്ഞിട്ടില്ല നേരത്തെ, അത് പറയാൻ പാടില്ല. ഇപ്പോൾ അത് മൂമിനീങ്ങൾക്ക്, മുത്തുമൂമിനെ 5 നേരം നിസ്കരിക്കുന്ന മൂമിനീങ്ങൾക്ക് സമാധാനത്തിനാണത്. രണ്ടാമത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആമിനം ബിഹി മുത്മഇന്നം ബിഹി പറഞ്ഞാൽ അവൻ നരകത്തിൽ കടന്നതിന് ശേഷവും സ്വർഗത്തിൽ കടക്കുമെന്ന ഹദീസിന്റെ മാനയാണ്. അത്രയൊക്കെ വിശാലമായ മാനം സാധാരണക്കാർ ചിന്തിക്കൂല, അവർ തെറ്റിപ്പോകും എന്നാണ് പറഞ്ഞത്. അപ്പൊ പ്രായോഗികമായുള്ള വശം ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു. അബൂ ഹുറൈറ അത് മനസ്സിലാക്കിയിട്ടില്ല, അത്രയേ ഉള്ളൂ. റസൂലുള്ള ചെറുതാവലില്ല. സമാനമായ സംഭവമാണ് മൗലൂദിലുള്ളത്. നല്ല നിലയ്ക്ക് നിങ്ങൾ ചിന്തിക്കുക. മനസ്സിലായല്ലോ പറഞ്ഞത്? അത്രയേ ഉള്ളൂ. ഇനി അടുത്ത ചോദ്യം, ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. പിന്നെ ഇടവണ്ണപ്പാറയെന്ന് അടി കിട്ടിയ നിങ്ങൾക്കും കിട്ടും. അടുത്ത ചോദിച്ചോളൂ. ചോദിച്ചോളൂ, പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ പരമാവധി നിങ്ങളെ ചോദ്യത്തിൽ നിന്ന് പിന്മാറാനുള്ള തന്ത്രങ്ങളൊക്കെ പ്രയോഗിക്കും. നിങ്ങൾക്ക് പിടിച്ചു കൊള്ളാനുള്ള തന്ത്രം നിങ്ങൾക്കും പ്രയോഗിക്കാം. മങ്കാന ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന എന്ന് പറഞ്ഞത് മുസ്ലിം സമുദായത്തിന്റെ, മതത്തിന്റെ, ഇസ്ലാമിൻ്റെതാണ്. ഇസ്ലാമിന്റെ വൈകല്യമാണ് സംഭവിക്കുക. അങ്ങനെ വന്ന അവസ്ഥ പറഞ്ഞ ഓക്കെ, എല്ലാവരും വന്നാൽ മതത്തിനൊക്കെ. പക്ഷേ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും തമ്മിലുള്ളതാണ്. അതിൽ രണ്ടുപേർക്കുമുള്ളത് ആരാണ് മഹത്വമുള്ളവർ എന്നുള്ളതാണ്. എൻ്റെ ചോദ്യത്തിനുള്ള മറുപടി ഇനിയും കിട്ടിയിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തമ്മിൽ മഹത്വമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ വാസ്തവമാവണ്ടേ? മറുപടി ആയിട്ടില്ലേ? ആയിരിക്കും ആവാത്ത? ഒന്ന് കൈവക്കിയട്ടെ. അല്ല, ആരാ നിങ്ങളാ മറുപടി ആവാത്താണ്? നിങ്ങളുടെ പേരെന്നാ? നിഹാദ്. എവിടെ നാട്? എടക്കാടാ. ഞാൻ ചോദ്യവും മറുപടിയും ഒന്നും കൂടി ആവർത്തിക്കാം, എന്നിട്ട് ശരിയാകുന്നില്ലെങ്കിൽ പിന്നെ വേറെ നിർവാഹമൊന്നുമില്ല കേട്ടാ. എല്ലാം ഉണ്ട്, എല്ലാം വളരെ കൃത്യമായിട്ട് ബന്ധമുണ്ട്. ഇവിടെ ചോദ്യം സിദ്ദീഖ് മൗലൂദിലുള്ള ഒരു ചരിത്രമാണ്. സിദ്ദീഖ് മൗലൂദിൽ പറയുന്ന ചരിത്രത്തിൽ ഒരു പെണ്ണ് ഒരു സ്വപ്നം കണ്ടിരിക്കുകയാണ്. എന്താണ് ആ പെണ്ണ് സ്വപ്നം കണ്ടത്? തൻ്റെ വീട്ടുമുറ്റത്തുള്ള ഈത്തപ്പന മരം കടപുഴകി വീണതാണ് സ്വപ്നം, അല്ലേ? അതിന്റെ വ്യാഖ്യാനം നബിയോട് ചോദിച്ചപ്പോൾ നിന്റെ ഭർത്താവ് യാത്രയിലാണ്, അവൾ തിരിച്ചു വരൂല എന്നാണ്. അത് സത്യം. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വപ്നത്തിന് കൊടുത്ത വ്യാഖ്യാനം സത്യമാണ്. കാരണം റസൂലുള്ളാഹിക്ക് സ്വപ്ന വ്യാഖ്യാനം അറിയാം. ഒട്ടനവധി ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതങ്ങനെയാണ് അള്ളാഹുവിന്റെ തീരുമാനം. ആ തീരുമാനം ആ പെണ്ണിന് സ്വപ്നമായിട്ട് നേരത്തെ സ്വപ്നം, മൂമിനിന്റെ സ്വപ്നത്തിൽ നുബുവത്തിന്റെ 46 അംശമാണ് നേരത്തെ അറിയിച്ചു കൊടുക്കും. അങ്ങനെ ആ സ്വപ്നം വഴി ആ പെണ്ണിനെ അറിയിച്ചു കൊടുത്തു. വ്യാഖ്യാനം പൊന്നാർ നബി പറഞ്ഞു കൊടുത്തു. അത് റസൂലുള്ള പറഞ്ഞത് ഖലാ ആണ്. നബി തങ്ങൾ ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തതാണ്. ഇനി ആ തീരുമാനം അള്ളാഹു മാറ്റുകയാണ്. ഒരു മനുഷ്യൻ മരിക്കുമെന്ന് അള്ളാഹു തീരുമാനിച്ച അള്ളാഹ് മാറ്റുകയാണ്. മനസ്സിലായിട്ടില്ല? അള്ളാഹു തീരുമാനം മാറ്റുകയാണ്. എന്താ തീരുമാനം മാറ്റുന്ന? ആ പെണ്ണിന്റെ ഭർത്താവ് കുറച്ചും കൂടി ജീവിച്ചോട്ടെ എന്ന് പടച്ചോൻ തീരുമാനിച്ചു. നേരത്തെയുള്ള ഖലാ അള്ളാഹു ആ പെണ്ണിന് സ്വപ്നമായി അറിയിച്ചു കൊടുത്തപ്പോൾ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം നബി പറഞ്ഞു കൊടുത്തു. അതിൽ നബിന്റെ അടുത്ത് ഒരു പിഴവുമില്ല. പക്ഷെ അള്ളാഹു തആല തീരുമാനം മാറ്റുകയാണ്. എന്തിനാ തീരുമാനം മാറ്റുന്നത്? സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് ആ പെണ്ണി സ്വപ്നകഥ പറഞ്ഞപ്പോ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആ പെണ്ണിനോട് പറഞ്ഞു, നിന്റെ ഭർത്താവ് ഇന്ന് രാത്രി ഇന്നേക്ക് നിന്റെ അടുത്ത് വരും. ഒന്ന് ചാർജ് കുത്തി, ഇപ്പൊ കട്ട് ചെയ്യും, ചാർജർ ഒന്ന് കുത്തിയ, ഇന്ന് രാത്രിക്കേക്ക് നിന്റെ ഭർത്താവ് വരും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ഒരു മഹാന്റെ വാക്ക്, അതിൽ കദിബ് വരാതിരിക്കാൻ വേണ്ടി അള്ളാഹു തീരുമാനം മാറ്റുകയാണ്. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പറയലോടുകൂടി അള്ളാഹു തീരുമാനം മാറ്റിയപ്പോ റസൂലുള്ള പറഞ്ഞു സത്യായി, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു സത്യായി. അള്ളാഹുവിന്റെ റസൂലിന് പറഞ്ഞെടുത്ത് ഒരു കളവും വന്നിട്ടില്ല. എന്തുകൊണ്ട് കളവ് വന്നിട്ടില്ല? റസൂലുള്ള ഉള്ളത് പറഞ്ഞതാണ്. കേറുന്നുണ്ട്, ചാർജ് ചെയ്യുന്നുണ്ട്. റസൂലുള്ള ഉള്ളത് പറഞ്ഞതാണ്. അതേ സ്ഥാനത്ത് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നേരത്തെ പറഞ്ഞത് കളവായിരുന്നു, പക്ഷെ അള്ളാഹു സത്യാക്കി മാറ്റി. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിൽ മോശപ്പെടുത്തില്ല. മൂപ്പര് നന്നായി, റസൂലുള്ള നന്നായി. ഇതിലിപ്പോ എന്താ നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്? ഇത് ചോദ്യം കേൾക്കട്ടെ.
ആയി. ആ ആ അപ്പൊ പറഞ്ഞുതരാം. ഇരിക്കെ ഞാൻ മനസ്സിലാക്കി തരാം. നിങ്ങൾ മനസ്സിലാക്കി ഇരിക്കെ അതെ പറഞ്ഞ. അതായത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാസ്തവമായല്ലോ. ആയി, ശരിയാണ്. ആയില്ലേ ശരിയല്ലേ? സംശയമില്ലല്ലോ? നിങ്ങൾക്ക് സംശയമില്ല. റസൂലുള്ള പറഞ്ഞ കളവായിട്ടുണ്ടോ? അതും ഇല്ല. എന്തുകൊണ്ട്? റസൂലുള്ള പറഞ്ഞത് നിങ്ങളുടെ മൗത്തിനെ പറ്റിയാണ് അള്ളാഹു ആ സ്വപ്നം കാണിച്ചു തന്നത് എന്നാ. നിങ്ങൾ അത് അങ്ങനെ തന്നെയാണ്. അള്ളാഹു തആല ആ മനുഷ്യന്റെ മൗത്ത് അന്നേക്ക് കണക്കാക്കിയിരുന്നു. ആ മൗത്ത് നിങ്ങൾ മനസ്സിലാക്കുക, എന്നാലേ തിരിയുള്ളൂ. ഞാൻ പറയുന്ന കേൾക്ക്. നിങ്ങൾ പറഞ്ഞ കേട്ടില്ലേ? ഇപ്പൊ ഒട്ടക്കൽ വെച്ച് എന്നെ കൊണ്ട് പിരാന്ത് പിടിപ്പിച്ചരുത്. എന്റെ സ്വഭാവത്തിന് പുറത്തു വരും. നിങ്ങൾക്ക് ഒന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾ കേൾക്കുക. രണ്ടാമത്തത്, സിദ്ദീഖ് ഈ പെണ്ണിന്റെ ഭർത്താവിന്റെ മരണം അള്ളാഹു ആ ദിവസത്തേക്ക് അജല് നിശ്ചയിച്ചിട്ടുണ്ട്. ആ അജല് അള്ളാഹു തആല ആ പെണ്ണിന് സ്വപ്നത്തിലൂടെ അറിയിച്ചു കൊടുത്തു. അള്ളാഹു തആല സ്വപ്നത്തിലൂടെ അങ്ങനെ അറിയിച്ചു കൊടുക്കും. ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം നബി പറഞ്ഞു കൊടുത്തിട്ടേ ഉള്ളൂ. റസൂലുള്ള വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തില്ല. റസൂലുള്ള അതിന് സത്യാസത്യം ഒന്നും പറഞ്ഞില്ല. സ്വപ്നത്തിന്റെ വ്യാഖ്യാനം റസൂലുള്ള പറഞ്ഞ തെറ്റാണെങ്കിൽ റസൂലുള്ള പറഞ്ഞ കളവായി എന്ന് പറയാം. അതേ സ്ഥാനത്ത് സ്വപ്ന വ്യാഖ്യാനം സത്യമാണ്. കാരണം അള്ളാഹുവിന്റെ കള പറഞ്ഞെടുത്തത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കളവായിരുന്നു, ശരിയല്ല, പറഞ്ഞത് ശരിയല്ല. പക്ഷേ സിദ്ദീഖിന്റെ നാവിലൂടെ പറഞ്ഞത് കളവാകാതിരിക്കാൻ അള്ളാഹു തീരുമാനം മാറ്റി. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അള്ളാഹുവിന്റെ രണ്ടാമത്തെ തീരുമാനത്തിലേക്ക് മുനാസിബായി, സത്യമായി. റസൂലുള്ളാഹി പറഞ്ഞത് നേരത്തെ ഉള്ള അള്ളാഹുവിന്റെ ആദ്യത്തെ ഖലായിലേക്ക് മുനാസിബായി. അതും വാക്കും സ്വപ്ന വ്യാഖ്യാനവും ഇഖ്ബാറും അതും ഹക്കായി. അതുകൊണ്ട് രണ്ടാക്കും അതിൽ പ്രശ്നമില്ല. അത് ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അങ്ങനെയാണ്. അല്ല അങ്ങനെ ആകുകയും ചെയ്യാം, ആകാതിരിക്കുകയും ചെയ്യാം. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ നേരത്തെ ഉണ്ടായിരുന്നത്. പക്ഷെ അള്ളാഹു തീരുമാനം മാറ്റി. ഖിയാമത്ത് നാൾ വരെ വരൂല എന്നാണ് അള്ളാഹുവിന്റെ ഖലാ എന്ന് നബി പറയിച്ചു കൊടുത്തു. അള്ളാഹു പറഞ്ഞു എന്റെ തീരുമാനം മാറ്റി. എന്നാ ഞാൻ ചോദിക്കട്ടെ, ഖുർആനിൽ എത്ര ആയത്ത് അള്ളാഹ് മാറ്റിയിട്ടുണ്ട്? മൻസൂഖായ ആയത്ത് അള്ളാഹു മാറ്റിയാണ്. ഒരായത്ത് അള്ളാഹ് പറയുന്ന ഒരു തീരുമാനം അള്ളാഹു അത് മാറ്റുന്നു. എന്നതുപോലെ അള്ളാഹു ആ പെണ്ണിന്റെ ഭർത്താവ് അന്ന് രാത്രി മരിക്കാൻ വേണ്ടി അള്ളാഹു ഖലാ ചെയ്തു. ആ ഖലാഹ് റസൂൽ ആ പെണ്ണിന് സ്വപ്നം കാണിച്ചെടുത്തു. ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അങ്ങനെയാണെന്ന് ആ പെണ്ണിന് റസൂൽ അറിയിച്ചു കൊടുത്തു. അതേ നബി ചെയ്തിട്ടുള്ളൂ. ആ സ്വപ്നം ഉള്ളതാണോ? സ്വപ്നം അള്ളാഹ് കാണിച്ചു കൊടുത്തതാണോ? ആ സ്വപ്നത്തിന്റെ തീരുമാനം അള്ളാഹു നിശ്ചയിച്ചതാണോ? എങ്കിൽ റസൂലുള്ളാഹി പറഞ്ഞ ഹക്കായി. പിന്നെ അള്ളാഹ് തീരുമാനം മാറ്റിയപ്പോ റസൂലുള്ളാഹിന്റെ വാക്ക് ഹക്കെതിരായിട്ടില്ല. നേരത്തെ ഉള്ളത് അങ്ങനെയാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ഇനി പുതിയത് വന്നതാണ് സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞതിലേക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടിനും കളവില്ല. മൈക്ക് വേണേ നിങ്ങൾക്ക്? നിങ്ങൾക്ക് മറുപടിയാണ് മൂപ്പര് പറഞ്ഞത് കേട്ടാ. മൂപ്പര് പേരെന്നാ? എന്നിട്ടെന്നാ ഒന്ന് പേരിലും പറഞ്ഞാട്ടെ മൈക്കില്. നിങ്ങൾ ഇവർക്ക് രണ്ടാക്കൊന്ന് ക്ലാസ് എടുത്ത് കൊടുക്കും. മെഹബൂബ്
ഉസ്താദേ, പിന്നെ അങ്ങനെയല്ല ഞാൻ പറയുന്നത്, ഇത് നമ്മൾ പറഞ്ഞത് മൗലൂദിലുള്ളതാണ്. സിദ്ദീഖ് മൗലൂദിലുള്ള വിഷയമാണ് നമ്മൾ പറയുന്നത്. ഖുർആനിലും ഹദീസിലും ഉള്ളതല്ല, സിദ്ദീഖ് മൗലൂദിലുള്ളതാണ്. ഇതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് തരം താഴ്ത്തിയിട്ട് അഥവാ പദവി കുറച്ചിട്ട് അതിനേക്കാൾ പദവി കൂട്ടിയതായിട്ട് ഖുർആനിൽ നിന്നും മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൽ നിന്നും എന്തെങ്കിലും ഒന്ന്. അതായത് ഇപ്പൊ അദ്ദേഹം വീണ്ടും ചോദിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? ഒരു മറുപടി ഉൾക്കൊള്ളാനുള്ള തൗഫീക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹ് കൊടുക്കണം, ഇല്ലേ? ഒരു മറുപടി പറഞ്ഞാൽ സത്യമായ മറുപടി ആളുകൾക്ക് മനസ്സിലാകുമ്പോഴൊക്കെ ഉൾക്കൊള്ളാനുള്ള തൗഫീക്ക് പഠിച്ചാൽ കൊടുക്കണ്ടേ? ഞാൻ ഒന്നും കൂടി ചോദ്യോത്തരം അവലോകനം ചെയ്യും. ആളുകൾ വെറുക്കുന്നുണ്ട്, നിങ്ങൾ മനസ്സിലാക്കണം. ആളുകൾക്കെല്ലാം വെറുപ്പ് വരുന്നുണ്ട്. ഇതാ ഇടവണ്ണ പാറ ഞാൻ വേഗം ഉദാഹരണം പറഞ്ഞതാ, അടി നന്നായിട്ട് കിട്ടിയിട്ട് ഓടിക്കായിട്ടുള്ളത്. ആളുകൾക്കെല്ലാം വെറുപ്പ് വന്നു. ഞാൻ ഒന്നും കൂടി പറയാം. അള്ളാന്റെ റസൂലിനെ ചെറുതാക്കി റസൂലുള്ളാഹിനെ വലുപ്പാക്കിയിട്ടുള്ള ഒരു ആയത്ത് വേറെ ഇത് ഖുർആൻ ഓതുക പറയണത്. മഅദല്ലാഹി റബ്ബിൽ ആലമീൻ. ഒരു മുസ്ലിമായ മനുഷ്യൻ അത് പറയുന്നതിന് തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മളങ്ങനെ പറഞ്ഞിട്ടില്ല, നമ്മൾ ഒരിക്കലും അങ്ങനെ പറയില്ല. ആ വാക്ക് ഉപയോഗിച്ചത് തെറ്റാണ്. ആ വാക്ക് ഉപയോഗിച്ചതിന് ഈ സദസ്സിനോട് അപകടമാണ്. ഞാൻ ഒന്നുകൂടി പറയാം. ഈ ഒരു സാധാരണക്കാരനായ മെഹബൂബ് പോലും മനസ്സിലായ ഒരു സത്യം ഞാനിവിടെ പറയാം. എല്ലാവർക്കും തിരിയുന്ന ഭാഷയിൽ ഒന്നും കൂടി ഞാൻ പറയാം, എല്ലാവർക്കും മനസ്സിലാകാൻ. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആ പെണ്ണിനോട് പറഞ്ഞത് സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഹക്കായ സ്വപ്ന വ്യാഖ്യാനാണ്. അള്ളാഹുവിന്റെ ഖലാ, അള്ളാഹു അറിയിച്ചു കൊടുത്തൊരു സ്വപ്നം, ആ സ്വപ്നത്തിന്റെ അർത്ഥം പറഞ്ഞു കൊടുത്താണ് സ്വപ്ന വ്യാഖ്യാനം. സ്വപ്നത്തിന്റെ അർത്ഥം അങ്ങനെ തന്നെയാണ് റസൂൽ പറഞ്ഞ സാധിക്കായി. അതിനെ അള്ള തീരുമാനം മാറ്റിയാലും നേരത്തെയുള്ള തീരുമാനം നബി അറിയിച്ചത് കൊണ്ട് നബി നുണ പറഞ്ഞ ആളാവൂല. നബിന്റെ സ്ഥാനം കുറഞ്ഞിട്ടില്ല, ഇനി അങ്ങനെ പറയരുത്. രണ്ടാമത്തത്, സിദ്ദീഖ് റളിയല്ലാഹു തആല പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർകൾ പിന്നെ പറഞ്ഞതിന് എതിരാകാതെ, റസൂൽ പറഞ്ഞ നേരത്തെ ഉണ്ടായ സംഭവം, അല്ലാഹു തആല ആ തീരുമാനം മാറ്റി ഭർത്താവിനായിട്ട് എത്തിച്ചു കൊടുത്തു. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് മഹത്വം വന്നു. അതാണ് ആ സംഭവത്തിൽ പറയുന്നത്. അതിന് സമാനമായ സംഭവം ഒട്ടനവധി പറയാനുണ്ട്. അതിൽ ഞാൻ ഒന്ന് പറഞ്ഞു. ഒന്ന്, ഞാൻ അനസ് ബിൻ നദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ സംഭവം പറഞ്ഞു. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? അതൊന്നും പറയേണ്ട ആവശ്യമില്ല, കാരണം ഇതൊന്നും നമുക്ക് എതിരായിട്ട് ഒരു പ്രശ്നവും ഇല്ല, സമർത്ഥിച്ചാൽ മതി. പക്ഷെ സമാനമായ സംഭവങ്ങൾ ഹദീസ് ഉദ്ധരിക്കുകയാണ്. അതിലൊന്ന്, അനസ് ബിൻ നദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പെങ്ങളുടെ പല്ല് അവർ പൊട്ടിക്കും എന്ന് റസൂലുള്ളാഹി. പൊട്ടിക്കും. കിതാബുല്ലാഹി യഖ്ലി അലൈഹി, ഖുർആൻ നിനക്കെതിരെ വിരിക്കുന്നു. അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു, വല്ലാഹി ലാ തുകസ്സിറന്നഹു യാ റസൂലല്ലാഹ്, നബി നിങ്ങൾ പൊട്ടിക്കൂല നബിയേ. റസൂലുള്ളാഹി പറഞ്ഞു, പൊട്ടിക്കും മനസ്സേ. പൊട്ടിയില്ല. ആ പെണ്ണിന്റെ ആ കുടുംബം ഉടനെ മാപ്പ് കൊടുത്തു. റസൂലുള്ളാഹി തങ്ങൾ വിധിച്ചതാണ്, വിധിയാണ്, ഖുർആന്റെ വിധിയാണ്, പൊട്ടിക്കണമെന്ന വിധി. വല്ലാഹി ഇട്ടിട്ട് ആ മനുഷ്യൻ പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനായതുകൊണ്ട് ഇന്നലില്ലാഹി ഇബാദൻ ലൗ അഖ്സമ അലല്ലാഹി ലഅബറ, ആ മനുഷ്യൻ അള്ളാഹു രക്ഷപ്പെട്ട ഒരാളായതുകൊണ്ട് അള്ളാഹു ആ വാക്കങ്ങ് നടപ്പിലാക്കിയതാണെന്ന് മുഹമ്മദ് മുസ്തഫ. അനസ് ബിൻ നദർ ഇത് പറഞ്ഞപ്പോ അവർ പിൻവാങ്ങിയപ്പോ ഉടനെ റസൂലുള്ളാഹി പറയാണ്, ഇന്നലില്ലാഹി ഇബാദൻ, അള്ളാഹ്ക്കുണ്ട് ഒരു അനസ്, ലോ അഖ്സമ അലല്ലാഹ്, ആ അനസങ്ങാരെ സത്യമായിട്ട് പറഞ്ഞാൽ ലഅബറ, പഠിച്ചവന്റെ തീരുമാനം മാറ്റുകയാണ്. പഠിച്ചവന്റെ തീരുമാനം മാറ്റിയത് ഇങ്ങോട്ട് പല്ല് പൊട്ടിച്ചാൽ അങ്ങോട്ട് പൊട്ടിക്കണ്ട എന്നല്ല, അത് പൊട്ടിച്ചാക്ക് മാപ്പ് കൊടുക്കാന്ന് മനസ്സങ്ങ് തോന്നിച്ചു. അപ്പൊ റസൂലുള്ളാഹി തോറ്റിട്ടില്ല, അനസ് ബിൻ നദർ തോറ്റിട്ടില്ല. അനസ് ബിൻ നദർ റളിയല്ലാഹു തആല മഹത്വം വർദ്ധിച്ചിരിക്കുകയാണ്. ഇത് ബുഖാരി മുസ്ലിം റിപ്പോർട്ട് സംഭവമാണ്. ഇതുപോലെ ഇനി വേറെയും കുറേ സംഭവം ഉണ്ട്. അതിന്റെ ഒരു ഉദാഹരണമാണ് മറ്റൊരു സംഭവത്തിലേക്ക് ഞാൻ വന്നത്. ഇതന്നെ മതിയായതിനെ വിട്ടേക്ക് അടുത്ത ചോദ്യം ചോദിച്ചോളൂ. ഇതിന് അത്രയും മറുപടി പറയാൻ കഴിയുള്ളൂ, ഇതിനപ്പുറം എനിക്ക് കഴിയൂല. ഞാൻ അത്രേ പഠിച്ചിട്ടുള്ളൂ. ارتكبت على الخطا غير حسب وأدب لك أدعو فيه يا سيدي خير النبي എന്ന് പാടാൻ പറ്റുമോന്ന് ചോദിച്ചല്ലേ. ലേക അദ്ഉ ഫീഹി, അതിൽ ഞാൻ നിങ്ങളെ വിളിക്കുന്ന നബിയെ, അങ്ങനല്ലേ? ലേക അദ്ഉ ഫീഹി, അതിൽ ഞാൻ നിങ്ങളെ വിളിക്കുന്ന നബിയെ.
എന്നാലും കുറച്ചൊരു ആശയം കുറഞ്ഞു കിട്ടും. കാരണം വിളിച്ച് ആവലാതി പറയലുണ്ട്, വിളിച്ചിട്ട് ആവലാതി പറയണല്ലോ, അപ്പോൾ വിളിച്ചിട്ടേ ഉള്ളൂ, ആവലാതി പറഞ്ഞിട്ടില്ല എന്നൊരു കുറവാടുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. ചിലപ്പോൾ ആ സമയത്ത് പറയാനിട്ടായിരിക്കും. അപ്പോൾ ഉസ്താദ് നേരത്തെ പറഞ്ഞത് റളിയല്ലാഹു പറയണമെന്ന് പറഞ്ഞിട്ടില്ലേ, അതിനെക്കുറിച്ചൊന്ന് വിശ്വസിക്കാം. അപ്പോൾ പഠിപ്പിക്കും, മദ്രസ പഠിപ്പിക്കും, അങ്ങനെ ചെറുപ്പത്തിൽ പഠിപ്പിക്കും, അങ്ങനെ പറയുന്നില്ല, അങ്ങനെ കൂടുതൽ പറഞ്ഞ് കേട്ടിട്ടുമില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് ചോദിക്കുന്നത്. പുതിയ ചോദ്യം വന്നത് മദ്രസയിൽ നിന്ന് റളിയല്ലാഹു അൻഹു പറയണ്ടെന്ന് പറഞ്ഞാ ഇല്ല, റളിയല്ലാഹു പറയണോ പറയണ്ടേന്നാണ്. മദ്രസയിൽ നിന്നും പറഞ്ഞിട്ടില്ലാലോ എന്ന് പറയും പോലെ തോന്നിപ്പോയി. നമ്മളെല്ലാം ആമിന റളിയല്ലാഹു അൻഹാ എന്ന് ആമിന അടാ ഇങ്ങനെ മൗലിദ് കഴിക്കുമ്പോൾ നമ്മളൊക്കെ പറയാറുണ്ട്, അങ്ങനെ പറയണം. മദ്രസയിൽ നിന്ന് പിന്നെ അങ്ങനെ വിഷയം വന്നാലേ പറഞ്ഞിട്ടുള്ളൂ, വെറുതെ ആമിന റളിയല്ലാഹു അൻഹു പറയണോ എന്ന് പറയില്ലല്ലോ. നമ്മളൊക്കെ മുമ്പേ പഠിച്ചു വരുന്നതും ചെയ്തു വരുന്നതുമായ പരിപാടി അതാണ്, അതിലൊരു സംശയമില്ല. നമ്മുടെ പാരമ്പര്യമായി പൂർവികരിൽ നിന്നും ഉൾക്കൊള്ളു വന്ന കാര്യം അതാണ്. റളിയല്ലാഹു അൻഹു പറയലാണ്. പറയണ്ടാന്ന് പറയാൻ തെളിവില്ല, പറയണം എന്ന് പറയാൻ തെളിവുണ്ട്. ഇനി തെളിവെന്താന്ന് ചോദിച്ചാൽ പിന്നെ അടുത്ത ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം അടുത്തായിട്ട് ഇപ്പോൾ കേട്ട് വരുന്നതാണ്, അതേതായാലും ഞാൻ അന്വേഷിച്ചിട്ട് ഉറപ്പ് വരുത്തണമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു വിഷയമാണ്. അതായത് നബിൻ്റെ ഉപ്പാനെ പറ്റിയോ ഉമ്മാനെ പറ്റിയോ ഈ കഫർ കൊണ്ട് പറയുന്നത് അവർ സ്വർഗത്തിൽ പോകില്ല എന്നുള്ളൊരു ഇതായിട്ട് ഇപ്പം പറഞ്ഞു വരുന്നുണ്ട്. അതിനെപ്പറ്റി വിശദീകരിച്ചാൽ നന്നായി. മൈക്കിങ്ങനെ മാറ്റമൊന്നുകൊണ്ടുള്ള പ്രയാസമുണ്ട്, എന്നാൽ സാരമില്ല. ഇപ്പം അദ്ദേഹം ചോദിച്ചത് നേരത്തെ റളിയല്ലാഹു അൻഹു പറയണമെന്നാണ്. അതിനോട് ഉപചോദിയായിട്ടുള്ള ചോദ്യമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കൾ റളിയല്ലാഹു അൻഹു പറയാൻ അർഹതയില്ല എന്ന് മാത്രമല്ല, അവർ കാഫിറുകളായിരുന്നു എന്ന് പച്ചയായി ചില ആളുകളൊക്കെ എഴുതി വെക്കുന്നുണ്ട്. നഊദു ബില്ലാഹ്, അള്ളാഹു നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതിന് ഉപോത്ബലകമാകുന്ന ഹദീസുകളും അവർ ഉദ്ധരിക്കാറുണ്ട്. പല ഹദീസും അവർ പറയാറുണ്ട്. ഒന്ന് മുസ്ലിമിന്റെ ഒരു ഹദീസാണ്. എന്താ ഹദീസ്? കാല റജുലുൻ ഐന അബി യാ റസൂലല്ലാഹ്. ഒരാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, നബിയെ എൻ്റെ ഉപ്പ എവിടെയാണ്? കാല ഫിന്നാർ, നരകത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു. ഫലമ്മ വല്ല, അദ്ദേഹം അത് കേട്ടപ്പോൾ ഒരു വിഷമം ഉണ്ടായി കാണണം. പെട്ടെന്ന് ഉപ്പ നരകത്തിലാന്ന് കാണുമ്പോൾ അയാൾക്ക് പോലും വിഷമം ഉണ്ടായിട്ടുണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്രത്തോളം വിഷമം ഉണ്ടാവും പറയാനുണ്ടോ? ഫലമ്മാവല്ല, അദ്ദേഹം തിരിഞ്ഞങ്ങ് പോയി. പോകുമ്പോൾ ദാ റസൂലുള്ളാഹിയെ വിളിച്ചു, അയാൾക്ക് വിഷമം ഉണ്ടായെന്ന് മനസ്സിലായിട്ടാണോ? ഫഖാല ഇന്ന അബീ വ അബാക ഫിന്നാർ, വിഷമിക്കൊന്നും വേണ്ട, എൻ്റെ ഉപ്പി നരകത്തിലാണ്. അങ്ങനെയാ മറുപടി പറഞ്ഞത്. ഈ ഹദീസ് പിടിച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കൾ നരകത്തിലാണ് എന്ന് പറയാനുള്ള തെളിവുകൾ. യഥാർത്ഥത്തിൽ വിശുദ്ധമായ ഖുർആനിൽ തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, വമാ കുന്നാ മുഅദ്ദബീന ഹത്താ നബഅസ റസൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾക്ക് മുമ്പേ ഒരു പ്രവാചകൻ വന്നിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കഴിഞ്ഞു. പിന്നെ ഇസ്മായിൽ നബിക്ക് ശേഷം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം തന്നെ അറബുകളിലേക്ക് ഒരൊറ്റ പ്രവാചകനും വന്നിട്ടില്ല. അത് ഉലമാക്കളൊക്കെ വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ പിന്നെ ഇവർ ഒരു പ്രവാചകൻ വരാത്ത ഇവർ ഒരു പ്രവാചകൻ വരാതെ ഇവർ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഒരു പ്രവാചകൻ വന്നിട്ട് ദീനിലേക്ക് ക്ഷണിക്കണ്ടേ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് അങ്ങനെ പറയാൻ ന്യായമില്ല. കാരണം റസൂലുള്ളാഹി ഖാത്തിമുൽ അംബിയ ആണ്. ആ നുബുവത്തിന്റെ ശൃംഖല ഇനി ഖിയാമത്ത് നാൾ വരെ പോകും. അങ്ങനെ ഇബ്രാഹിം നബിയുടെ ശേഷം ഒരൊറ്റ ആളും അറബ് സമൂഹത്തിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരാരാണ്? അഹ്ലുൽ ഫത്ര, അവർ ഫത്രത്തിന്റെ ആളുകളാണ് എന്ന് മഹാന്മാരൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. അവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് വമാ കുന്നാ മുഅദ്ദബീന ഹത്താ നബഅസ റസൂല, നമ്മൾ ഒരു റസൂലിനെ അയക്കുന്നത് വരെ അവർ മുഅദ്ദബീങ്ങളല്ല, നമ്മൾ മുഅദ്ദിബീങ്ങളല്ല, നമ്മൾ ശിക്ഷിക്കൂല. വമാ കുന്നാ മുഅദ്ദബീന ഹത്താ നബഅസ റസൂല, ഒരു റസൂൽ
മുഅദ്ദിബീന, ഞാൻ മുഅദ്ദിബീന പറഞ്ഞു പോയത്, വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂല, ഒരു റസൂലുള്ള വരുന്നത് വരെ നമ്മൾ ശിക്ഷിക്കൂല. അപ്പൊ അറബ് സമൂഹത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത് വരെ ഒരൊറ്റ റസൂലും വന്നിട്ടില്ല. അതുകൊണ്ട് അവർ ഫത്രത്തിന്റെ ആളുകളിൽപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് അവരെ നരകത്തിന്റെ ആളെന്ന് പറയാൻ പറ്റൂല എന്നാണ് മഹാന്മാരാകുന്ന ഉലമാക്കൾ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് എടുത്തുദ്ധരിച്ചുകൊണ്ട് പറയുന്നത്. അപ്പൊ ഈ ആയത്തോ അല്ല ഈ ഹദീസോ ഒരു സംശയം വരും. റസൂൽ തന്നെ പറഞ്ഞല്ലോ ഇന്ന അബീ വ അബാക ഫിന്നാർ എന്ന് പറഞ്ഞല്ലോ. അതിന് മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ മിനഹുൽ മക്കീൽ വളരെ വ്യക്തമായി പറയാണ്, യതഅയ്യനു തഅ്വീലു, ഈ ആയത്തിനെ തഅ്വീൽ ചെയ്യേണ്ടതുണ്ട്. വ അൽഹറ തഅ്വീലഹു വ അൽഹറ തഅ്വീലഹു ലഹു ഇൻദി, അതിന് എൻ്റെ അടുക്കലുള്ള തഅ്വീൽ അന്നഹു അറാദ ബി അബീഹി അമ്മഹു അബാ ത്വാലിബ്. അറബുകൾക്കൊരു പരിപാടിയുണ്ട്, അവരുടെ പിതൃവിനെ കുറിച്ച് അബു എന്ന് പറയും, ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ. അപ്പൊ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബ്ദുൽ മുത്തലിബിന് ശേഷം ഏറ്റെടുത്തിരിക്കുന്നത് അബൂ ത്വാലിബാണ്. ആ അബൂ ത്വാലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റെടുത്ത പിതൃവ്യനാണ്. ആ പിതൃവ്യൻ നരകത്തിലാണ് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അറബികൾക്ക് അങ്ങനെ പ്രയോഗമുണ്ട്. ലിമാ തഖററ അന്നൽ അറബ തുസമ്മിൽ അമ്മ അബാഹ, അവര് അമ്മിനെ അവൻ എന്ന് വിളിക്കാറുണ്ട്, ഉപ്പ എന്ന് വിളിക്കാറുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ സൂചിപ്പിച്ചുകൊണ്ട് ഒരു മജാസൻ നിലക്ക് വന്നതാണ്. ഇതാണ് അതിന്റെ വ്യാഖ്യാനം. പിന്നെ ആ മജാസ് അങ്ങനെ ഒരു മജാസാക്കണേ കരീനത്ത് വേണമല്ലോ. അതിന്റെ സാധാരണ ഭാഷയിൽ നിന്ന് മാറ്റിയിട്ട് മജാസിലേക്ക് പോകണമെങ്കിൽ വല്ല കരീനത്തും വേണം. അതിന്റെ കരീനത്തുകളാ പിന്നെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഒന്ന് നമ്മൾ ഈ ആയത്ത് വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂല, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞിട്ട് ഈ സംഭവം ആ അമ്മിനെ സൂചിപ്പിച്ചുകൊണ്ട് മാത്രം പറഞ്ഞതാണ്, അല്ല അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഇതിന് മറുപടി പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ഉപ്പ നരകത്തിലാണെന്ന് ഉദ്ദേശിച്ചിട്ടേ ഇല്ല. കാരണം അങ്ങനെ പറയാനായില്ല, അവർ ഫത്രത്തിന്റെ ആളുകളാണ്. മനസ്സിലായിട്ടുണ്ടാവൂലേ? ചോദിക്കല്ല, ചോദിക്കാൻ മടി കാണിക്കല്ല, എല്ലാവരും ചോദിച്ചോ. ആ മുജാഹിദുകളുമായി ബന്ധപ്പെട്ട പല ചോദ്യങ്ങളുണ്ട്. ആരും ആ ചോദ്യമൊന്നും വന്നിട്ടില്ല. ചോദ്യങ്ങൾ വരട്ടെ. കേട്ടോ, കുറച്ചിങ്ങോട്ട് വരും. ഈ മൗലൂദിൽ ധാരാളം സലാത്തുകൾ വരുന്നുണ്ടല്ലോ, സലാത്ത് ചെല്ലുന്നുണ്ടല്ലോ. അപ്പോൾ ഈ കൂട്ടുപ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു 3 സലാത്ത് ഉണ്ടല്ലോ, അത് സുന്നത്തുൽ ഹസനല്ലേ? അപ്പം അതിനെ എതിർക്കപ്പെടേണ്ടതുണ്ടോ എന്ന്, ആ കൂട്ടുപ്രാർത്ഥനയ്ക്ക് ശേഷം 3 സലാത്ത് ചെല്ലുന്നത് അത് പറ്റൂല എന്നൊക്കെ പറയും നൽകുന്നുണ്ട്. അപ്പം അത് എതിർക്കപ്പെടേണ്ടതുണ്ടോ, സുന്നത്തുൽ ഹസനയല്ലേ എന്ന്? നമ്മളെ വിഷയമായിട്ട് ബന്ധപ്പെട്ടതല്ല അല്ലല്ലോ, മൗലൂദായിട്ട് ബന്ധപ്പെട്ടല്ലോ. കൂട്ടുപ്രാർത്ഥനയെല്ലാം കഴിഞ്ഞാൽ നമ്മൾ ആൾക്കെല്ലാം സങ്കല്പം നമ്മളിപ്പോൾ കൂട്ടുപ്രാർത്ഥന നടത്തും, ഇപ്പോൾ ഇതെല്ലാം പിരിയുള്ളൂ. അപ്പോൾ അങ്ങനെ നടത്തി കഴിഞ്ഞിട്ട് ഒരു 3 സലാത്തി എല്ലി പിരിയുന്നതിനെ എതിർക്കപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞ്, ഞങ്ങളുടെ അറിവിലോളം ഇന്ന് വരെ അല്ല അങ്ങനെയല്ല പറഞ്ഞു. നിങ്ങൾ നിസ്കാരത്തിന് ശേഷം കൂട്ടുപ്രാർത്ഥന പറഞ്ഞേ, ആ ശരി. ആ എന്നാലും മറുപടി പറയേണ്ടതാണ്. നിസ്കാരത്തിന് ശേഷം നമ്മുടെ പള്ളിയിൽ ജമാഅത്തായി ഫർദ് നിസ്കരിക്കുമല്ലോ, ആ നിസ്കാരം കഴിഞ്ഞ് അവിടെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ സലാസം വസലാസീനൊക്കെ ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്റ മറാത്തൊക്കെ ചൊല്ലി ഇമാമും മഅ്മൂമിങ്ങളൊക്കെ ഒരു ദുആ നടത്തി പിരിഞ്ഞു പോകുന്നതിനുള്ളിൽ അവിടെ ഇരുന്നുകൊണ്ട് ഒരു 3 സലാത്ത് ചില പള്ളികളിലൊക്കെ നടത്താറുണ്ട്. അതിന് ചില ആളുകൾ വിമർശിക്കുന്നുണ്ട്, ചില ആളുകൾ അനുകൂലിക്കുന്നുണ്ട്. അതിനെ പറ്റിയുള്ള നിലപാട് വ്യക്തമാക്കാൻ എനിക്ക് ചോദ്യം അല്ലേ? വിഷയത്തിൽ പെടാത്തതുകൊണ്ട് മറുപടി പറയണ്ടല്ലോ. അവ സദസ്സിനെ മാനിച്ചുകൊണ്ട് അത് നമ്മൾ പരിഗണിക്കുക, അല്ലാണ്ട് വിഷയത്തിൽപ്പെടാത്ത നിങ്ങൾ ചോദിക്കരുത് ആരും കേട്ടാ. പക്ഷെ നമുക്ക് കൂട്ടുപ്രാർത്ഥന എൻ്റെ സലാത്തൊരു വിഷയം വെക്കാം. അപ്പോൾ നമ്മൾ എല്ലാവരെയും മാനിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ ഉസ്താദിന് മറുപടി പറയാണ്. നിസ്കാരത്തിന് ശേഷം അവിടെ വാരിതായി വന്ന പ്രത്യേകമായ ദിക്റുകളുടെ കൂട്ടത്തിൽ ദുആകളുടെ കൂട്ടത്തിൽ സലാത്ത് എന്ന് പറയുന്ന ഒന്നില്ല. ദുആ സലാമ് കൊണ്ട് സലാത്ത് കൊണ്ട് ഖത്മ് ചെയ്യുക. ദുആ എന്ന് സല്ലല്ലാഹു അലാ മുഹമ്മദിൻ സലാത്തോടുകൂടി ദുആ അവസാനിച്ചു. പിന്നെ ഒരു
പ്രത്യേകമായൊരു 3 സലാത്ത് അവിടെ പ്രത്യേകമാണെന്ന് സുന്നത്തായി മനസ്സിലാക്കിയിട്ട് അവിടെ ആരൊക്കെ ചെല്ലുന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കണം എന്തായാലും. അതവിടെ പ്രത്യേകമായ സുന്നത്താണെന്ന് മനസ്സിലാക്കി ആരെങ്കിലും അവിടെ ഒരു 3 സലാത്ത് കൊണ്ടുവന്ന് വെച്ചാൽ അതിനെ എതിർക്കണം. അതേ സ്ഥാനത്ത് അങ്ങനെയൊന്നുമില്ല. 5 നേരവും 13 15 റസൂലുള്ളാഹിക്ക് സലാത്തിയല്ലേ 15 സലാത്താകുമല്ലോ എന്ന് കരുതി കുറച്ച് നാട്ടുകാർ എണീക്കുന്ന പോകുന്നതിന് മുമ്പ് 3 സലാത്ത് കൊണ്ട് ചെല്ലിട്ട് പോവാ എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അതിന് കുഴപ്പമൊന്നുമില്ല, അതിന് എതിർക്കപ്പെടാനുമില്ല. അപ്പോൾ എതിർക്കുന്നത് അങ്ങനെയാണെന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും, ചെയ്യുന്നവർ ഇങ്ങനെയായിട്ടായിരിക്കും. എല്ലാ പറ്റി നല്ലത് വിചാരിക്കാനല്ലേ വേണ്ടത്. മുഅ്മിനീന മുഅ്മിനീന ഖൈറ. ഇനി നിങ്ങൾ ആ ഒരു കുട്ടി ചോദിച്ചിട്ടില്ലേ, ആരോ ഒരാൾ മുത്തലിം ചോദിച്ചോട്ടെ, ചോദിച്ചോളൂ. അടിച്ച് ചോദിച്ചപ്പോ ചെവിട്ടി മറുപടി കൊടുത്തോണ്ട് വിട്ടു, അടുത്ത് വിട്ടു. നിങ്ങൾക്ക് മറുപടി പറയണ്ടേ? മങ്കൂസ് മൗലൂദിന്റെ രചയിതാവ് ആരാണെന്ന് ഇവിടെ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാ. ചോദിക്കുന്നുണ്ടെങ്കിൽ ചോദിക്കാട്ടോ, ആരും മടിക്കൊന്നും വേണ്ട, അതിനൊന്നുമില്ലല്ലോ, ആരെയും മോശപ്പെടുത്തിയിരുന്നില്ലല്ലോ. അപ്പോ പിന്നെ ഇവിടെ ചോദിച്ചത് മങ്കൂസ് മൗലൂദിന്റെ രചയിതാവ് ആരാണ്. ആരായാലും മങ്കൂസ് മൗലൂദ് ഉഷാറ, ആര് രചിച്ചാലും. ഇത്ര നല്ലൊരു മൗലൂദിനെ ആരാ ഉണ്ടാക്കുക? നല്ലൊരു മഹാനായ വ്യക്തിയാന്ന് മങ്കൂസ് മൗലൂദ് പാടുമ്പോൾ തിരിയുന്നുണ്ട്. എന്തൊരു ചുരുക്കാണ് അതിന്റെ പേര്. അന്ത ഉമ്മുൻ അം അബൂ എല്ലാവർക്കും അത് ആനന്ദകരമായത് കൊണ്ടാണ് ആളുകൾ എല്ലാ സ്ഥലത്തും അതിന്റെ ഈരടികൾ കൊണ്ടുവരുന്നത്. ഭംഗിയുള്ള പ്രയോഗങ്ങളും പ്രമാണത്തിന് നിരക്കാത്ത ഒരക്ഷരം പോലും ഇല്ല എന്ന് മാത്രമല്ല, സുന്ദരമായ അറബ് സാഹിത്യങ്ങളും ചരിത്രത്തിന്റെ നുറുങ്ങുകൾ ഘടിപ്പിക്കുന്നതിലും യോജിപ്പിക്കുന്നതിലും വൈദഗ്ധ്യം തെളിയിച്ച ഒരു മഹാനാണ് അത് രചിച്ചെന്നുള്ള കാര്യം ഉറപ്പാ. ഇനി ആര് രചിച്ചാലും അതിന് എതിരില്ല. എന്നാലും ഒരു ഉണ്ടാക്കിയ ആൾ വേണ്ടേ? ബഹുമാനപ്പെട്ട മഖ്ദൂമുമാർ, നമ്മളെ കേരളക്കരയിൽ നിറസാന്നിധ്യമായ, കേരളക്കരയിലെ എന്നെന്നും കേരളക്കാരുടെ ആത്മാഭിമാനമായ മഖ്ദൂമുമാർ, ആ മഖ്ദൂമുമാർ പൊന്നാനിയിൽ വെച്ച് ഒരുപാട് കിതാബുകൾ എഴുതിയിട്ടുണ്ട്. മഖ്ദൂമുമാരുടെ കിതാബുകളുടെ പ്രത്യേകത, അവരൊറ്റ കിതാബിന്റെ പുറത്തു ഞാൻ പിന്നെ പേരെഴുതലില്ല. ഫത്വൽ മുഈനിൽ പോലും സമ്മൈതുഹു ബിഫത്ഹിൽ മുഈൻ ബിശർഹി ഖുറത്തുൽ ലൈൻ ബിമുഹിമ്മാത്തി ദീൻ ഒക്കെ പറഞ്ഞു. ഇത് മഖ്ദൂം എന്റെ പേര് ഇങ്ങനെയാണ് എന്ന് അതിൽ പോലും മൂപ്പർ രേഖപ്പെടുത്തിയിട്ടില്ല. പ്രസ്സുകാർ ചേർത്തിട്ടുണ്ട് എന്നതല്ലാതെ മഖ്ദൂമുമാരുടെ കിതാബുകൾ, കിതാബുൽ അസ്കിയ അങ്ങനെ തുടങ്ങിയ കിതാബുകളൊന്നും അവർ പേരെഴുതി കാണുന്നില്ല. അതിന് ഞാൻ മനസ്സിലാക്കുന്നു അവർ ഹമൂലിന്റെ ഒരു ഉദാഹരണം, നമ്മളെ പേരായിരിക്കും തിരിയണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അല്ലെങ്കിൽ ഇല്ലേ, ബാപ്പാന്റെ കൗർമ്മ പേരെഴുതി വെക്കരുതെന്നാ. എഴുതി വെച്ചാൽ കുറ്റമൊന്നുമില്ല, എഴുതി വെക്കാണ്ട് തന്നെ തിരിയണോ. മഖ്ദൂമിന്റെ കിതാബ് പേരെഴുതാണ്ട് എല്ലാവർക്കും ഇത് മഖ്ദൂമിന്റെ കിതാബ് തിരിയണം, ആ രീതിയിലാവാൻ ihtimaലുണ്ട്. ഏതായാലും അതിന്റെ പുറത്ത് പേരെഴുതാത്തതാണ് കുറെ ആൾ കെണിപ്പെട്ടത്. എന്നാൽ മഖ്ദൂം തങ്ങളാണ് അത് രചിച്ചിട്ടുള്ളത്. ഇനി ഏത് മഖ്ദൂം സഗീറുണ്ട്, കബീറുണ്ട്, സാലിസുണ്ട്, റാബിയുണ്ട്. മഖ്ദൂം സാനിയാണെന്നാണ് പ്രബലമായ അഭിപ്രായം. ആ കുട്ടിക്ക് ചോദിക്കാട്ടോ. ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കണമെന്നുണ്ട്. പക്ഷേ സലീം ഉസ്താദ് അടക്ക് ഇടവണ്ണപ്പാറ മോഡലാകുമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പേടിച്ചിട്ട് ചോദിക്കാണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഉദ്ഘാടന സെഷനുകൾ കേരളായി പറഞ്ഞത് സൗഹൃദ സംവാദം എന്നാണ്. അപ്പോൾ ഈ ചോദ്യം, ഈ മൗലിദ് എന്ന് പറയുന്ന ഈ ഒരു പ്രക്രിയ നമ്മുടെ എതിർകക്ഷികൾ പലപ്പോഴായി നമ്മോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, നബിയുടെ കാലത്ത് ഈ ഒരു സംവിധാനം ഉണ്ടായിരുന്നോ, സ്വഹാബത്ത് ഇങ്ങനെ മൗലിദ് കൊണ്ടാടിയിരുന്നോ, നിബിധനം ആചരിച്ചിരുന്നോ എന്നൊക്കെയാണ്. അതിൽ ഘോഷയാത്ര, അന്നദാനം, റൂട്ട് മാർച്ച്, അങ്ങനെ ഒരുപാട് എല്ലാ വിഷയങ്ങളും സ്വഹാബത്തിന്റെ കാലഘട്ടങ്ങളിലോ ശേഷമുള്ള കാലഘട്ടത്തിലോ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നാം ഇന്ന് നേരിടുന്ന ഒരു പുതിയ വിഷയമാണല്ലോ ഏക സിവിൽ കോഡും മുത്തലാഖും. ഈ വിഷയ സംബന്ധമായി ഇന്ന് കണ്ണൂർ വിഷനിൽ ഒരു തുറന്ന സംവാദം വെച്ചിട്ടുണ്ട്. BJPയുടെയും CPMൻ്റെയും പ്രതിനിധികളോടൊപ്പം
മുജാഹിദ് സുന്നി വിഭാഗമാണ് പങ്കെടുക്കുന്നത്. സുന്നി വിഭാഗത്തിൽ ഈ വിവരം കേട്ട എന്നെയാണ് ക്ഷണിച്ചത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സംരക്ഷണം നമ്മുടെ ബാധ്യതയായതിനാൽ ആ പരിപാടി വൻ വിജയമാകുന്നതിന് വേണ്ടി നമുക്ക് ആവശ്യമായ എല്ലാ യുക്തിയും തന്ത്രവും ലഭ്യമാകാനും നിങ്ങൾ ആത്മാർത്ഥമായി ദുആ ചെയ്യണമെന്ന് വിനയപരിസരം അപേക്ഷിക്കുക. കാരണം ബഹുമാനപ്പെട്ട പേഴ്സണൽ ബോർഡ് ഈ വിഷയത്തിൽ നമുക്ക് വ്യക്തമായൊരു നിലപാട് തന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് വളരെ ഗൗരവമായിട്ടെടുക്കണം. ബഹുമാനപ്പെട്ട ലോക പണ്ഡിതൻ ശംസുലുലമയും അതേപോലെ ബഹുമാനപ്പെട്ട അലി മിയാനും ബഹുമാനനായ സൈഡ് സാഹിബും ബനാത്ത് ബാലയും ഇല്ലാത്ത ഒരു സന്നിഗ്ധ ഘട്ടത്തിലാണ് ഈ പ്രശ്നം നാം കൈയാളുന്നത്. നമ്മുടെ ഈ ഘട്ടത്തിൽ നാം ഒരു ചുവട് മേൽപോട്ട് താഴോട്ട് പോയാൽ പിന്നെ ഈ കാണുന്ന ഒരു ഇസ്സത്തും നമുക്കുണ്ടാവില്ല. ഈ താടിയും തലപ്പാവും ഒക്കെ അഴിച്ചു വെച്ച് ഇവിടുത്തെ ഭൂരിപക്ഷ സമൂഹത്തിന് പാദസേവ ചെയ്യേണ്ട സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നാട്ടിലേക്ക് ഹിജറ പോകേണ്ടുന്ന ദുരന്തത്തിലേക്കോ നാം എത്തിച്ചേരും. പക്ഷെ നമ്മെ ഏറ്റെടുക്കാൻ ലോകത്തൊരു രാജ്യവുമില്ല. കാരണം 125 കോടി മഹാമുസ്ലിങ്ങളാണ് ഈ നാട്ടിലുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക രാജ്യങ്ങളിലെ മുസ്ലിം പോപ്പുലേഷനുള്ള 2 രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യ. നമുക്കറിയാം, ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്ന് പാകിസ്ഥാൻ്റെ വിഭജനവുമായി ബന്ധപ്പെട്ട് പലരും അവിടെ കയറിപ്പോയപ്പോൾ അവരെ ഇന്നും 2ാം കിടക്കാരായിട്ടാണ് പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾ പോലും കാണുന്നത്. നമ്മുടെ രാജ്യമാണിത്. നമ്മൾ പിറന്ന രാജ്യം, നമ്മൾ എല്ലാവിധ അഭിമാനവും നൽകുന്ന രാജ്യം. ലോകത്തെവിടെ നാം ഉണ്ടായാലും നമ്മുടെ രാജ്യത്തിന് വേണ്ടി മാത്രമാണ് നാം ശബ്ദിക്കല്. അള്ളാഹുവുമായിട്ട് നേരിട്ട് സംസാരിക്കുന്ന പരിശുദ്ധ മക്കയുടെ തൊട്ടടുത്തുള്ള മിനയുടെ മൈതാനിയിൽ പോലും ഹജ്ജ് വേളയിൽ നാം തൂക്കുന്നത് നാം കെട്ടുന്നത് ദേശീയ പതാകയാണ്, ഇന്ത്യയുടെ പതാകയാണ്. ആ പതാകയുടെ മുഖത്ത് നോക്കിയിട്ടാണ് നമ്മുടെ ദേശക്കൂറ് ഈ നാട്ടിലെ ചില വ്യക്തികൾ ചോദ്യം ചെയ്യുന്നത്. അത് വളരെ ഗൗരവമാണ്. ആ ഗൗരവത്തിൻ്റെ മുന്നിൽ ഗീർവാണ പ്രസംഗത്തെക്കാൾ ഉപരി വളരെ ആത്മാർത്ഥമായ പ്രാർത്ഥനയുണ്ടാകണം. നമ്മളെന്തായാലും രക്ഷപ്പെടണം. എന്ത് തന്നെയായാലും ഈ വിഷയത്തിൽ നാം ജയിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങളൊക്കെ ആത്മാർത്ഥമായി ദുആ ചെയ്യണം വിജയിക്കാൻ വേണ്ടി. അസ്സലാമു അലൈക്കും. ഇവിടെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അതായത് എന്താണ് മൗലിദ് നമ്മൾ ഈ കഴിച്ചു വരുന്ന മൗലിദ്, അതിൻ്റെ ഘോഷയാത്ര, അതിൻ്റെ പതാക ഉയർത്തൽ, അതിൻ്റെ കൊടിപിടിക്കൽ, അതൊക്കെ ഏത് നൂറ്റാണ്ടിലുണ്ടായിട്ടുള്ളത് അല്ലേ ചോദ്യം? നമ്മുടെ വിഷയം അതല്ലല്ലോ. നമ്മൾ മൗലൂദുകളുടെ ഹദീസുകളാണ് ഇവിടെ ചർച്ച. മങ്കൂസ് മൗലൂദ് അതിലെവിടെയും പറയുന്നുണ്ടോ അങ്ങനെ ഉള്ളതും? അവിടെ വിഷയമല്ലല്ലോ. ഇതിൽ പെട്ടതേ ചോദിക്കാം. ഈ പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ്വര പവിത്ര പുത്രനോ കരുണാവാൻ നബി മണിമുത്തുരത്നമോ എന്ന് പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ്വര പവിത്ര പുത്രനോ കരുണാവാൻ നബി മണിമുത്തുരത്നമോ എന്ന് ശ്രീനാരായണ ഗുരു നിബിധങ്ങളെ കുറിച്ച് മധു പാടിയിട്ടുണ്ട്. ഇത് പാടിയാൽ നമുക്ക് പുണ്യം ലഭിക്കുമോ? നിബിധങ്ങളെ കുറിച്ച് ആ മധു പാടിയതാണ്. അമുസ്ലിങ്ങൾ നിബിധങ്ങളെ കുറിച്ച് മധു പാടിയാൽ അത് ആ പാട്ട് നമ്മൾ പാടിയാൽ നമുക്ക് പുണ്യം ലഭിക്കുമാണ്. ഇവിടെ 2 ചോദ്യം ചോദിച്ചിട്ടുണ്ട്, 3 ചോദ്യം വന്നിട്ടുണ്ട്. ഒരു ചോദ്യം KCR നമ്മുടെ ക്ലാസ് റൂമിൻ്റെ SKCR എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട് ക്ലാസ് റൂമിൽ നിന്ന്. അതിന് മുമ്പിലുള്ള 2 ചോദ്യങ്ങൾക്ക് മറുപടി പറയാം.
ഇനി ഒരു ചോദ്യം, ഹൈന്ദവ അല്ലെങ്കിൽ മറ്റു മതസ്ഥർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറഞ്ഞത് നമ്മളത് പറഞ്ഞാൽ നമുക്കതിന് കൂലി കിട്ടുമോ? അതാണ് ചോദ്യം. അതിന് ശ്രീനാരായണ ഗുരു പൊന്നാരി നബിയെ വർണ്ണിച്ച് പറഞ്ഞ 4 വരി കവിത ഇവിടെ ഉദ്ധരിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള കവിതകൾ നമ്മൾ പറഞ്ഞാൽ നമുക്ക് കൂലി കിട്ടുമോ? അതാ ചോദ്യം, ഇല്ലേ? അത് ശ്രീനാരായണ ഗുരുവാവട്ടെ അല്ലെങ്കിൽ ഏതൊരാളാവട്ടെ അള്ളാഹുവിൻ്റെ റസൂലിനെ പറ്റി പറഞ്ഞ ഒരു മദ്ഹ്, അത് ഉള്ള മദ്ഹാണ്. റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞൊരു മദ്ഹ്, ഉള്ള മദ്ഹ്, അത് നമ്മൾ ഉദ്ധരിച്ച് കഴിഞ്ഞാൽ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞ കൂലി നമുക്ക് കിട്ടും. ശ്രീനാരായണ കുറിച്ച് പറഞ്ഞു എന്നുള്ള നിലക്കല്ല, റസൂലുള്ളാഹിന്റെ മദ്ഹല്ലേ അത്. അതേ സ്ഥാനത്ത് അത് ഇല്ലാത്തതാണെങ്കിൽ നമുക്ക് അതിന് കുറ്റ കിട്ടുക, പറയരുത്. റസൂലുള്ളാഹിനെ പറ്റി നുണ പറയരുതല്ലോ. ഉള്ളതാണ്, റസൂലുള്ളാഹിനെ വർണ്ണിച്ചിട്ടുള്ള വർണ്ണനാണെങ്കിൽ പ്രശ്നമില്ല, കൂലി കിട്ടുന്നതാണ്. കാരണം എന്തുകൊണ്ട് കൂലി കിട്ടുമെന്ന് ഞാൻ പറഞ്ഞാൽ പോരല്ലോ, അത് റസൂലുള്ളാഹിന്റെ മദ്ഹാണ്, റസൂലുള്ളാഹിന്റെ ഉള്ള മദ്ഹാണ്, ചരിത്രത്തിൽ സ്ഥിരപ്പെട്ടൊരു മദ്ഹ്. ഒരു ശൈലി അയാളുടെ ഭാഷ കടെടുത്ത് പറഞ്ഞേ ഉള്ളൂ, അതിനൊന്നും കുഴപ്പമില്ല. ഇനി രണ്ടാമത്തത് സ്വപ്ന വ്യാഖ്യാനം എന്ന് പറഞ്ഞത് ഇവിടെ പറഞ്ഞതുകൊണ്ടായിരിക്കും, സ്വപ്ന വ്യാഖ്യാനയുടെ വിഷയമല്ല, പക്ഷെ എന്നാലും ഇവിടെ സ്വപ്നം കടന്നു വന്നുകൊണ്ടായിരിക്കും ചോദിച്ചിട്ടുണ്ടാകുക. സ്വപ്ന വ്യാഖ്യാനം എന്ന് പറയുന്നത് ഒരു ഇൽമാണ്. ഖുർആനും സുന്നത്തും അത് അംഗീകരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം തങ്ങൾക്ക് അല്ലാഹു തആല സ്വപ്ന വ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് സൂറത്ത് യൂസുഫിൽ ഒരുപാട് ആയത്തുകൾ പഠിപ്പിക്കുന്നു. അതിന്റെ ഒടുവിൽ ഇങ്ങനെയാണ്, വഅല്ലംതനീ മിൻ തഅ്വീലിൽ അഹാദീസ് റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്കി വഅല്ലംതനീ മിൻ തഅ്വീലിൽ അഹാദീസ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വപ്ന വ്യാഖ്യാനം സ്വഹാബത്തിനോട് സുബഹിക്ക് ശേഷം പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് നിങ്ങൾക്ക് പറയാൻ കഴിയോ എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയിപ്പിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ ഹദീസിലുണ്ട്. ബുഖാരിക്ക് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മാത്രമല്ല ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു മുഅ്മിനിന്റെ സ്വപ്നം നുബുവത്തിന്റെ 46 ഒരു അംശമാണ് എന്നുണ്ട്. സ്വപ്നം പല നിലക്കുണ്ട്, പേക്കിനാവുകളുണ്ട്, അദ്ഗാസ് വഹലാം, ഖുർആൻ പറഞ്ഞു അദ്ഗാസ് വഹലാം, പേക്കിനാവുകൾ. അതുപോലെ തന്നെ മിന്നിന്തി ശൈത്താൻ കാണിച്ചിരുന്ന സ്വപ്നങ്ങളുണ്ട്, മിന്നിന്തിൽ മലായിക്കത്തിന്റെ ഭാഗത്തിലൂടെ അല്ലാഹു തആല അറിയിച്ചിരുന്ന നല്ല സ്വപ്നങ്ങളുണ്ട്. അപ്പൊ ഈ സ്വപ്നത്തിന്റെ ഉദ്ദേശ്യം എന്താണ് എന്നറിയാൻ സ്വപ്ന വ്യാഖ്യാനം അറിയുന്ന ആളുകളെ സമീപിക്കുന്നുണ്ട്, കൊറ്റയില്ല. അതേ സ്ഥാനത്ത് നിങ്ങൾ പറയുന്ന അമുസ്ലിമീങ്ങളായ മറ്റാൾക്കാർക്കൊന്നും അതറിയില്ല. അതിന്റെ യഥാർത്ഥം അറിയാൻ അതൊരു പ്രത്യേകമായ അറിവാണ്. ആ അറിവിൽ ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട്, അത് പഠിച്ച ദീനുണ്ട് ആളുകളോട് അത് ബന്ധപ്പെടാവുന്നതാണ്, അതിന് കുഴപ്പമില്ല. ഇനി ഒരു ചോദ്യം ഇവിടെ വന്നിട്ടുണ്ട്, അതിന് മുമ്പ് ചോദിക്കാം. അബൂ താലിബ് നരകത്തിലാണെന്ന് ഹദീസിലുണ്ട്. ഇമാം ബുഖാരിയും മുസ്ലിമൊക്കെ റിപ്പോർട്ട് ചെയ്ത് ഹദീസിലുണ്ട്. അഹ്വനു അഹ്ലിൻ നാരി അദാബൻ അബൂ താലിബ്, നരകത്തിൽ ഏറ്റവും ശിക്ഷ കുറഞ്ഞ ആള് അത് അബൂ താലിബാണ്. അതുകൊണ്ട് തന്നെ അബൂ താലിബ് നരകത്തിലാണെന്ന് ഹദീസിന് മനസ്സിലാകുന്നുണ്ട്. ഇനി അതിന് രക്ഷപ്പെടുത്തി അള്ളാഹു സ്വർഗത്തിൽ കടത്തുമോ എന്ന് അള്ളാഹ്ക്കേ അറിയാം, നമുക്കറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫضل കൊണ്ട് അങ്ങനെ ആയി കൊടുക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. അബൂ താലിബ് സ്വർഗത്തിലാണെന്ന് പറഞ്ഞ ആളുകളുണ്ട്, അതും കൂടി പറയാം. അബൂ താലിബ് സ്വർഗത്തിലാണെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അസ്നൽ മത്താലിബ് ഫീ നജാത്തി അബീ താലിബ്, അബൂ താലിബ് നാജിയാണ്, രക്ഷപ്പെടും എന്ന് പറയാൻ ഇമാം സുദ്ദി ഒരു കിതാബ് രചിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ ആളുകളുണ്ട്. ദേഹോട്ടാകെ തടവിയ ഹദീസ് പൂർണ്ണമായി ഞാൻ പറയാം. അത് ഇമാം ബുഖാരിയിലുള്ള ഹദീസ്, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ആ ഹദീസിന്റെ വെളിച്ചത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ താലിബ് മരണപ്പെടുന്ന സമയത്ത് അവിടെ ചെന്നു. എന്നിട്ട് അബൂ താലിബിനോട് കലിമ ചൊല്ലാൻ വേണ്ടി പറഞ്ഞു. അബൂ താലിബ് കലിമ ചൊല്ലാൻ വേണ്ടി നോക്കുമ്പോൾ അബൂജഹലും കൂട്ടരും അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചു. നിങ്ങൾ നാളെ മരിച്ചു കഴിഞ്ഞാൽ, ഈ കാലം അത്രയും നമ്മുടെ നേതാവാണ്, നിങ്ങൾ നാളെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെല്ലാം നിങ്ങളെ കൈയൊഴി. അവസാന സമയത്ത് ഗ്രൂപ്പ് മാറിയുള്ള അവസ്ഥ വെച്ച് കിട്ടില്ലേ? ഒരാൾ SSFൽ തന്നെ ജീവിച്ച് മരിക്കുന്നതിന് തലേന്ന് അയാൾ ഗ്രൂപ്പ് വിട്ടാൽ അയാളോ അയാളെ മദ്ഹ് പറയാനുണ്ടാവില്ല. പുതിയതിനേക്കാൾ വന്നിട്ടില്ലല്ലോ, മനസ്സിലായില്ലേ? നമ്മൾ ഏതായാലും അനുശോചനം നടത്തൂല, കാരണം നമ്മളെ മെമ്പർഷിപ്പ് കൊടുത്തിട്ടില്ല. അപ്പൊ ഇന്ന് ഈ കാലം വരെ നമ്മളെ സ്മാരകമൊന്നും കെട്ടൂല നിങ്ങൾക്ക്, ഞങ്ങൾ ചീത്തയാ പറയാന്ന് പറഞ്ഞപ്പോൾ മൂപ്പര് ഭയപ്പെട്ടു. പഠിച്ചവരെ, ഞാൻ മരിക്കാൻ നോക്കുമ്പോൾ എൻ്റെ കുടുംബത്തിൻ്റെ ഇടയിൽ പേര് നഷ്ടപ്പെട്ടു പോലോ എന്ന് മൂപ്പര് വിചാരിച്ചു. കെലിമ ചൊല്ലിയില്ല. അപ്പൊ കെലിമ ചൊല്ലൂലാന്ന് റസൂലുള്ള കണ്ടപ്പോൾ മൂപ്പരുടെ തല മുതൽ കാല് വരെ തടവുമ്പോൾ കാലിൻ്റെ അടുത്തെത്തിയപ്പോൾ സയ്യിദ്നാ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് നബിയുടെ 2 കൈ തട്ടുകയും എന്നിട്ട് നബിക്ക് ഒരു ആയത്ത് ഇറക്കുകയും ചെയ്തു. ഇത് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത,
നിങ്ങൾ ഇച്ഛിക്കുന്ന ആളുകളെ, ഉദ്ദേശിക്കുന്ന ആളുകളെ എൻ്റെ ഇറാദത്തില്ലാതെ നിങ്ങൾക്ക് ഹിദായത്തിലാക്കാൻ കഴിയൂല നബിയെ, അതുകൊണ്ട് മൂപ്പരെ തടവണ്ട എന്ന് പറഞ്ഞ് നബിയുടെ കൈ തട്ടുകയും അങ്ങനെ ആ മനുഷ്യൻ മരണപ്പെടുകയും ചെയ്തു. ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അദ്ദേഹം മരിച്ചാൽ നാളെ നരകത്തിലെത്തിയാൽ നരകത്തിലെ ഏറ്റവും കുറഞ്ഞ ശിക്ഷ അഹ്വനു അഹ്ലിന്നാരി അദാബൻ അബൂ താലിബാണ്. കാരണം അബൂ താലിബിന്റെ തല മുതൽ കാലിന്റെ അടുത്ത് വരെ തീ തൊടൂല, കാലിൽ മാത്രമേ തീയിന്റെ 2 ചെരുപ്പ് അണിയിക്കപ്പെടും, സിവാറ് അണിയിക്കപ്പെടുന്നതാണ് തീയിന്റെ 2 ചെരുപ്പ്, 2 ചെരുപ്പ് മാത്രം. റസൂലുള്ള തൊടാത്തൊരു സ്ഥലം അവിടെ മാത്രം, ബാക്കി എവിടെയും തീ തൊടൂല. പക്ഷെ അതന്നെ മതി ചൂട്. കാലിന് പോയിട്ട് കൈക്കൊരു തീക്കനൽ തട്ടിയാൽ തന്നെ ആകെപ്പൊള്ളൂലേ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യാണ്, തലച്ചോറ് വരെ പതക്കും. ആജാദ് ചൂടുള്ള നരകത്തിന്റെ ചെരുപ്പാണത്. നരകത്തിന് ഏറ്റവും കുറഞ്ഞ ശിക്ഷ അതാണ്. അത് അബൂ താലിബിന്റെ ശിക്ഷയാണെന്ന് അറിയിക്കുന്ന ഹദീസ് ബുഖാരിയിലുണ്ട്. അതിനെപ്പറ്റി നമ്മൾ കീറി മുറിച്ച ചർച്ചക്ക് നിൽക്കേണ്ടതില്ല, ഒഴിവാക്കുക. അതായത് മൂപ്പറിന്റെ മറുപടിയെല്ലാം പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ പറയണ്ടല്ലോ അല്ലേ. മൂപ്പർ സ്ഥിരീകരിച്ചതാണ്, അതായത് അങ്ങനെ തന്നെയല്ലേ അതല്ലേ, അങ്ങനെ തന്നെയാണ്. ഒന്നും കൂടി അതിനെ ചേർന്നൊരു ഉദാഹരണം കൂടി ഞാൻ പറയാം, വെറുതെ ആവണ്ട. ഒരു തത്തനെ നിങ്ങളുടെ വീട്ടിൽ പോറ്റി, തത്ത പഠിപ്പിച്ചാൽ പഠിച്ചത് ചെല്ലിപ്പറയുന്ന ജീവിയാണ് തത്ത. ആ തത്തക്ക് റസൂലുള്ളാഹിന്റെ പേര് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു. തത്ത അങ്ങനെ ഏറ്റു പറഞ്ഞാൽ ആ തത്തന്റെ പേര്, തത്ത റസൂലുള്ളാഹിന്റെ പേര് പറയുന്ന കേട്ടാൽ സ്വലാത്ത് ചെല്ലണോ വേണ്ടേ, കിതാബുകളിൽ ചർച്ചയുണ്ട്, അവിടെ പോലും ചെല്ലാന്നാ പറയണത്. ഞങ്ങൾ മൗലൂദിലുള്ള സംശയ പ്രതീക്ഷിക്കുന്നേ. നിങ്ങളെല്ലാ ചോദ്യം വലിച്ചുകൊണ്ടരുത്. ഓ ചോദ്യം ചോദ്യം മൈക്കിൽ ചോദിക്കാത്തത് കൊണ്ട് KCR പ്രശ്നമാക്കുന്നുണ്ട്. അവർ ലോകത്തിൻ്റെ നിക്കുകളിൽ നിന്ന് മുഴുവനും കണ്ണൂരിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ മൈക്കിൽ ചോദിക്കണം. ഏത് ചോദിച്ചൊരു ചോദ്യത്തെ പറ്റി പറയട്ടെ ഇരിക്കെ. റിഫായി ഷെയ്ഖ് കഅബയിൽ വന്നപ്പോൾ ദഫ് കൊണ്ട് തവാഫ് സമ്മതിക്കപ്പെട്ടപ്പോൾ വിസമ്മതി എന്നായിരിക്കും അല്ലെ. കഅബ ഷെയ്ഖിനെ ഇങ്ങോട്ട് തിരിഞ്ഞു എന്ന് പറയുന്നു റിഫായി മാലയിലുള്ളത്. അത് ശരിയാണോ എന്നോ അല്ല റിഫായി മാലയിൽ ഉണ്ടോന്നോ രണ്ടുപേർക്ക് ചോദിക്കോട്ടെ. പിന്നെ റിഫായി മാലയിൽ അതുണ്ട്, ഉറപ്പായിട്ടും റിഫായി മാലയിൽ ഉണ്ട്. മുഹീദ്ദീൻ മാലയിലും സമാനമായ സംഭവങ്ങളുണ്ട്. എന്താണ് ആ സംഭവം? മുഹീദ്ദീൻ മാലയിൽ പറയുന്നത് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു തആല അൻഹു കഅബൻ തവാഫ് ചെയ്യാൻ പോയപ്പോൾ കഅബ ഇങ്ങോട്ട് തവാഫ് ചെയ്തു. റിഫായി മാലയിൽ പറയുന്നത് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി തങ്ങളും ആൾക്കാരും ദഫ് മുട്ടിയിട്ട് പോയപ്പോൾ കഅബന്റെ അടുത്തെത്തിയപ്പോൾ ആളുകൾ തടഞ്ഞു. അപ്പൊ മൂപ്പരായിക്കോട്ടെ ദഫ് മുട്ടുന്നില്ല എന്ന് പറഞ്ഞ് ആ ദഫ് എടുത്തിട്ട് കഅബന്റെ ചുമരുമ്മൽ ആണിമ തൂക്കി. അപ്പൊ കഅബ ഇങ്ങനെ ഇളകാൻ തുടങ്ങി എന്നാ. അത് രണ്ടും രണ്ട് സംഭവം മുഹീദ്ദീൻ മാലയിലുണ്ട്, റിഫായി മാലയിലുണ്ട്. അപ്പൊ ഉണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ട് എന്നാണ്. അങ്ങനെ ഉണ്ടാവാമോ എന്നാണ് ചോദ്യമെങ്കിൽ അതും ഉണ്ടാവാം. എന്തുകൊണ്ടുണ്ടാവാം? ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് അതുപോലെ പിന്നെ ഒരുപാട് അത് സംബന്ധമായ റിപ്പോർട്ടുകൾ ഇമാം സുയൂത്തി റളിയല്ലാഹു തആല അൻഹു തന്റെ ഹാവിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയാം, നിങ്ങൾ ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറയുകയാണ്, ഇമാം സുയൂത്തി അത് ഉദ്ധരിക്കുകയാണ്. എന്താണ് സംഭവം? അല്ലാഹു തആലാക്ക് ചില അടിമകളുണ്ട്. ഇന്നലില്ലാഹി ഇബാദ്, അല്ലാഹു തആലാക്ക് ചില അടിമകളുണ്ട്. ആ അടിമകളുടെ പ്രത്യേകത തതൂഫു ബിഹിമുൽ കഅബ, കഅബ അവർ ഇങ്ങോട്ട് ചുറ്റുന്നതാണ്. അങ്ങനെ അല്ലാഹു തആലാക്ക് ചില അടിമകളുണ്ട് എന്ന് മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറയുന്നുണ്ട്. ഇഹ്യാ ഉലൂമുദ്ദീൻ ആണെങ്കിൽ ഇബ്നു തൈമിയ പോലും അംഗീകരിച്ച കിതാബ്.
അപ്പൊ ആ ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഇമാം ഗസാലി പറയാൻ അള്ളാഹുവിന്റെ ഔലിയാക്കളെ അള്ളാഹുവിന്റെ കഅബ ഇങ്ങോട്ട് തവാഫ് ചെയ്യുന്ന ചില അടിമകൾ അള്ളാഹുവിനുണ്ട്. ഒന്ന് അതൊരു തെളിവാണ്. രണ്ടാമത്തെ ശരിക്കും ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പ്രഗത്ഭനായ സഹാബി, ശരിക്കും ശ്രദ്ധിച്ചോളൂ നിങ്ങൾ, പ്രഗത്ഭനായ ഒരു സഹാബി, ആ സഹാബി വഫാത്തായി. ആരായിരുന്നു സഹാബി? സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു. സഅദ് ബിൻ അബി വഖാസ് തങ്ങൾ വഫാത്തായപ്പോ, സഅദ് ബിൻ അബി വഖാസ് അല്ല, സഅദ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബി വഖാസ് അല്ല, സഅദ് റളിയല്ലാഹു അൻഹു. സഅദ് ബിൻ അബി അംർ, ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു തആല അൻഹു വഫാത്തായ സമയത്ത് ആകാശലോകത്തുനിന്ന് മലായിക്കത്തുകൾ കൂട്ടം കൂട്ടമായി ഇറങ്ങി വന്ന സംഭവം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. നിറഞ്ഞു കവിഞ്ഞു. എന്നിട്ട് ആ ഇങ്ങനെ ഒച്ചപ്പാട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുവിരലിൽ ഊന്നിയിട്ടാണ് നടക്കുന്നത്. തള്ളവിരലിൽ മാത്രം ഊന്നിയിട്ട് ഇങ്ങനെ നടക്കുന്നു. സഹാബത്ത് ചോദിച്ചു, നബി നിങ്ങൾ എന്തിനാ ഇങ്ങനെ നടക്കുന്നത്? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഈ ഭൂമിയിൽ കാലുവെക്കാൻ ഇടയില്ലാത്ത വിധം മലായിക്കത്ത് ഭൂമിയിൽ നിറഞ്ഞു കിടക്കുകയാണ്. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാദ കാണാൻ വേണ്ടി അത്രയും ആളുകൾ നിറഞ്ഞു നിന്നൊരു ജനാദ സംസ്കരണമായിരുന്നത്. അന്ന് അള്ളാഹുവിന്റെ റസൂൽ പറയാൻ, ഇഹ്തസ്സ അർശുർ റഹ്മാൻ, അള്ളാഹിന്റെ അർശ് പറക്കുന്നുണ്ട്. ലിമൗതി സഅദ് ബിൻ മുആദ്, സഅദ് ബിൻ മുആദ് വഫാത്തായതിനു വേണ്ടി ഇഹ്തസ്സ അർശുർ റഹ്മാൻ, റബ്ബിന്റെ അർശ് പറക്കുകയാണ്. വമഹ്തസ്സ അർശുല്ലാഹി മിൻ മൗതി ഹാലികി സബീന ബിഹി ഇല്ലാ ലിസഅദിൻ നബി അംരി. ഒരു മനുഷ്യൻ മരിച്ചതിന്റെ പേരിൽ അള്ളാഹുവിന്റെ അർശ് വരച്ചു എന്നത് സയ്യിദിൻ നബി അംരി, അബു അംറായ സയ്യിദിനല്ലാതെ ഞങ്ങൾ കേട്ടിട്ടില്ല. അള്ളാഹിന്റെ റസൂലാ പറയുന്നത് അർശ് വരച്ചു എന്ന്. എന്താണ് അർശ് എന്ന് പറയുന്നത്? അള്ളാഹുവിന്റെ കുർസിയിനേക്കാളും വലുതാണ് അർശ്. എന്താണ് കുർസി എന്ന് പറയുന്നത്? വസിയ കുർസിയുഹു സമാവാതി വൽ അർദ്, 7 ആകാശങ്ങളെക്കാളും 7 ഭൂമിയേക്കാളും വലുതാണ് അള്ളാഹിന്റെ കുർസി. ആ കുർസിയിനേക്കാളും വലുതാണ് അള്ളാഹിന്റെ അർശ്. ആ അള്ളാഹിന്റെ അർശ് സഅദ് എന്ന അള്ളാഹിന്റെ വലിയന് വേണ്ടി, റസൂലുള്ളാഹിന്റെ പൊന്നു സഹാബിക്ക് വേണ്ടി കിടുകിടാ വരച്ചിട്ടുണ്ടെങ്കിൽ ആ അർശിനേക്കാളും എത്രയോ ചെറുതായ കുർസി, ആ കുർസിയിനേക്കാളും എത്രയോ ചെറുതായ ഭൂമി, ആ ഭൂമിയെക്കാളും എത്രയോ ചെറുതായ ഭൂമിയിലെ ഒരു ഗ്രാമമായ മക്ക, ആ മക്കയിൽ എത്രയോ ചെറിയ ഒരു ബിൽഡിംഗ്, ആ ബിൽഡിംഗ് മറ്റൊരു വലിയന് വേണ്ടി കറങ്ങി എന്ന് പറഞ്ഞാൽ എന്ത് അത്ഭുതമാണുള്ളത്, എന്ത് അസംഭവ്യമാണ് അതിനുള്ളത്. അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് വേണ്ടി കഅബ അങ്ങനെ കറങ്ങാം. ഇനി ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി വേറെയും ഒരുപാട് സംഭവങ്ങൾ കൊണ്ടുവരികയാണ്. ബഹുമാനപ്പെട്ട അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു വലിയ, ആ വലിയ കഅബന്റെ അടുത്ത് ചെന്നപ്പോ കഅബ ആ വലിയനെ ഇങ്ങോട്ട് ചുറ്റുമ്പോൾ യഥാർത്ഥ കഅബ അവിടെ ഉണ്ട്, ജനങ്ങളെല്ലാം അതിനെ അങ്ങോട്ട് കറങ്ങുകയും ചെയ്യുന്നു. എന്നാൽ മറ്റൊരു കഅബ ഈ വലിയനെ ഇങ്ങനെ ചുറ്റുകയും ചെയ്ത് കണ്ട സംഭവം മക്കയിൽ നിന്ന് മുത്തവാത്തിറായി ജനങ്ങൾക്ക് അത്ഭുതപ്പെട്ട് കണ്ട സംഭവം ഉദ്ധരിച്ചുകൊണ്ട് ഇമാം സുയൂത്തി പറയാൻ, ഒരു കഅബയല്ല 2 കഅബയായി. അപ്പൊ തഅദ്ദുദുൽ അജ്സാദ്, ഒന്നിലധികം ബോഡികൾ ഒരാൾക്കുണ്ടാകാം. കാരണം കഅബ തന്നെ 2ആയെങ്കിൽ ഔലിയാക്കൾക്ക് 7ഉം 10ഒക്കെ തടിയുണ്ടാകാം എന്നത് ഈ സംഭവം വെച്ച് ഇമാം സുയൂത്തി തെളിവൊടിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് ഉണ്ടാകുന്ന ഒരു കറാമത്താണ് അതുണ്ടാകാം. മൗലിദിൽ നിന്ന് മാലയിലേക്ക് ഒരു ചോദ്യം. മൗലിദിൽ നിന്ന് മാലയെ സംബന്ധിച്ചുള്ള യാ അല്ലാഹു യാ അല്ലാഹു ഫർജിനാ മിൻ നൂബാ, യാ അല്ലാഹു യാ അല്ലാഹു ഫർഹിനാ ബിൻ നൂബാ, യാ സുൽത്താൻ മുഹീദ്ദീൻ ഉൻസുർനാ യാ അല്ലാഹ്. അള്ളാഹിനോടൊപ്പം യാ മുഹീദ്ദീൻ എന്ന് പറഞ്ഞിട്ട് ദ്വാരക്കുന്നുണ്ട്. ശരിയാകുമ്പോൾ ബി സുൽത്താൻ ഇപ്പോൾ ഇത് ഉണ്ടാക്കിയില്ല. ഈ സദസ്സിലെ ഒരു പ്രായമുള്ള ആളായതിനാലും നമ്മളെ സമസ്തൻ്റെ നെല്ല് സജീവ പ്രവർത്തകനായതിനാലും ഈ സദസ്സിൽ വെച്ച് ഞാൻ വേറൊരു വിഷയം ചോദിച്ചോട്ടെ എന്ന് പറയുമ്പോൾ പറ്റൂല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതുകൊണ്ടാണ് ആ ചോദ്യം പരിഗണിച്ചത്. അല്ലെങ്കിൽ വിഷയത്തിൽ പുറത്തുള്ള പരിഗണിക്കൂല കേട്ടാ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പരിഗണിക്കണം. പരിഗണിക്കണമല്ലോ നമ്മൾ.
അദ്ദേഹം നീട്ടി പറഞ്ഞ ബൈത്തിന്റെ അവസാനത്തിലെ ചോദ്യം യാ സുൽത്താൻ മുഹിയുദ്ദീൻ എന്ന് ഷെയ്ഖിനെ വിളിക്കാൻ പറ്റുമോ എന്നല്ലേ ചോദിച്ചത്? അത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേക്കാ, യാ റസൂലുള്ളാഹ് എന്ന് വിളിക്കാന്ന് പറഞ്ഞില്ലേ? യാ സുൽത്താനു യാ മുഹിയുദ്ദീൻ ഉൻസുർനാ യാ അല്ലാഹ്. യാ സുൽത്താൻ യാ മുഹിയുദ്ദീൻ ഒരിക്കൽ വിളിച്ചു, എൻ്റെ ഉൻസുർനാ യാ അല്ലാഹ് എന്ന് അള്ളാഹിനെ വിളിച്ചു. രണ്ട് വിളിയാ. അത് ഇമാം തിർമുദിയൊക്കെ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ ഒരു സഹാബിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തൊരു ഹദീസുണ്ട്. ആ ഹദീസിൽ ബഹുമാനപ്പെട്ട നബിനെ വിളിക്കുന്നു, തൊട്ടടുത്ത് അള്ളാഹിനെ വിളിക്കുന്നു. അങ്ങനെ വിളിക്കുന്നത് രണ്ടാണ്. ശരിക്കും ബിസുൽത്താൻ മുഹിയുദ്ദീൻ എന്ന് ഒരു റിപ്പോർട്ട് ഉണ്ട് അവിടെ അല്ലേ? മുഹിയുദ്ദീൻ ശൈഖിനെ കൊണ്ട് അള്ളാഹുവേ നിന്നോട് ഞാൻ സഹായം തൊടുന്നു, അങ്ങനെ സൂട്ടബിളായി. ഇനി മറ്റതും പ്രശ്നമൊന്നുമില്ല. യാ സുൽത്താൻ യാ മുഹിയുദ്ദീൻ എന്നൊരു വിളിച്ചു, ഇനി യാ അല്ലാഹു ഉൻസുർനാ എന്ന് പറയുന്നത് രണ്ടാണ്. അള്ളാഹുവിന്റെ റസൂല് തന്നെ ഒരു സഹാബിക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒരു വിളിയിൽ അങ്ങനെ ഒരു വിളിയുണ്ട്. ഒരു സഹാബി അദ്ദേഹം ഒരു ആവശ്യ നിർവഹണത്തിന് വേണ്ടി വന്നപ്പോൾ ആവശ്യം തീരാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു കണ്ണ് കാണാത്ത സഹാബിയാണ്. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്തൊരു ദുആ, നിങ്ങൾ വുളൂ ചെയ്യ്, എന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്ക്, എന്നിട്ട് ഈ ദ്വാരക്ക് എന്ന് പറഞ്ഞിട്ട് ആ ദ്വായിൽ യാ മുഹമ്മദ് എന്ന് റസൂലുള്ളാഹിനെ വിളിക്കുന്നു, തൊട്ടടുത്ത് തന്നെ യാ അല്ലാഹ് എന്ന് വിളിക്കുന്ന റിപ്പോർട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്കിതിവിടെ പിരിച്ചുവിടല്ലേ, സമയമില്ലേ? ആ നല്ല ചോദ്യമാണത്. അത് ചോദ്യം മൈക്കിൽ ചോദിക്കാത്തത് കൊണ്ട് ഇനി ആരും മൈക്കിലെ ചോദ്യം എടുക്കുള്ളൂ. കാരണം നമ്മൾ KCR പരിഗണിക്കണം. കാരണം അവർ മൈക്ക് വരെ തന്നില്ലേ, മക്കൾ കണ്ടില്ലേ? അപ്പോൾ KCRക്കാർക്ക് വേണ്ടിയ അദ്ദേഹത്തിന്റെ ചോദ്യം ഞാൻ മൈക്കിൽ ആവർത്തിക്കുന്നു. കോളറ മാറാൻ വേണ്ടിയാണ് മങ്കൂസ് മൗലൂദ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ കോളറ ഇല്ലാത്തതിനാൽ ക്യാൻസർ മാറാൻ വേണ്ടി അതിനെ ഉപയോഗിക്കാമോ എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോ സംഗതി എന്ന് പറഞ്ഞത് മങ്കൂസ് മൗലൂദിന്റെ ഒറ്റമൂല്യം ഒരുപാട് രോഗത്തിന് മരുന്നാണ്. അപ്പൊ കോളറക്കും അതിന് ഉപയോഗിക്കാം, ക്യാൻസറിനും അതിന് ഉപയോഗിക്കാം, ട്യൂമറിനും അതിനെ ഉപയോഗിക്കാം. ഏത് രോഗം, ഏക സിവിൽ കോഡ് എന്ന രോഗത്തിന് വരെ നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. എന്ത് രോഗവും. ഇൻഷാ അല്ലാഹ്. അതായത് മൗലൂദുകളിൽ നിന്ന് കാര്യമാത്ര ചോദ്യമില്ല എന്ന് മനസ്സിലായതിനാൽ നമുക്കൊരു ദുആ ചെയ്ത് വിരിഞ്ഞൂടെ? ആ ചോദിക്കാം. ഒരു ചോദ്യം, മൊഹീദ്ദീൻ ഷേഖിന്റെ വേണ്ടിയിട്ടുള്ള മൊഹീദ്ദീൻ ഷേഖിന്റെ ബൈത്തിനെ പറ്റി ഒരു ചോദ്യം, ചോദിച്ചതിൻ്റെ ഒരു ഉപചോദ്യമാണ് മൊഹീദ്ദീൻ മാലിനെ പറ്റി. അതായത് മുമ്പ് കാലത്ത്, ഇപ്പം അങ്ങനെ വെക്കുന്നില്ല, മൊഹീദ്ദീൻ ഷേഖെ കാക്കണേ എന്ന് പറഞ്ഞിട്ട് പ്രായമുള്ള ആളെല്ലാം പറയുന്നുണ്ട്. അത് മൊഹീദ്ദീൻ ഷേഖെ കാക്കണേ, യാ അല്ലാഹ് കാക്കണേ എന്നല്ല, മൊഹീദ്ദീൻ ഷേഖെ കാക്കണേന്ന് നമ്മൾ പൊതുവെ പറയുന്നുണ്ട്. അത് അങ്ങനെ പറയാൻ പറ്റുമോ ശരിക്ക്? ചോദിക്കാണ്ടല്ലേ ഉപരി പോയാ ഇല്ലല്ലോ. അദ്ദേഹം ചോദിച്ചത് മൊഹീദ്ദീൻ ഷെയ്ഖെ കാക്കണേ എന്ന് പറയാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. മൊഹീദ്ദീൻ ഷെയ്ഖെ കാക്കണേ എന്ന ചോദ്യത്തിൽ അള്ളാഹ് കാക്കണേ എന്നുണ്ട് അതിനുള്ളിൽ. എന്താണെന്നറിയോ? മുഹിയുദ്ദീൻ എന്ന ദീനിനെ ഹയാത്ത്, അള്ളാഹിന്റെ ദീനിനെ ഹയാത്താക്കിയ ബഹുമാനപ്പെട്ടവരെ കാക്കണേ എന്ന. അപ്പൊ ബഹുമാനപ്പെട്ടവർക്ക് ഒരു മഹത്വം കിട്ടിയത് അള്ളാഹിന്റെ ദീനിനെ ഹയാത്താക്കിയത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ മഹത്വം കൊണ്ട് തന്നെ കാക്കണേ എന്നാണ്. അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിലേക്കാ മടങ്ങുന്നത്. അങ്ങനെ ചോദിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അടുത്താണ് ഈ മുഞ്ചിൽ ഖലായിഖ് എന്നുള്ളത്, മുഞ്ചിൽ ഖലായിഖാണ് നാടന്മാരെല്ലാം അങ്ങനെ പറയുന്നത് തിരുത്തുന്നേയും കാണുന്നുണ്ട്. അപ്പൊ രണ്ടും പറയാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. മുഞ്ചിൽ ഖലായിക്കിനെ പറയാൻ പറ്റും, മുഞ്ചിൽ ഖലായിക്കാന്ന് പറയാൻ പറ്റൂല. മുഞ്ചിൽ ഖലായിക്കി, ഖലായിക്കിനെ രക്ഷപ്പെടുത്തുന്നവൻ ഇലാഫത്ത് ചെയ്യപ്പെട്ടോണ്ടാണ് നൂന് പോയിട്ടുള്ളത്. അഥവാ ഇലാഫത്ത് ഇല്ലാതെ പറയുകയാണെങ്കിൽ മുഞ്ചിനിൽ ഖലായിഖ എന്ന് പറയണം, മുഹമ്മദിനിൽ മുസ്തഫ എന്ന് പറയില്ലേ, എന്നുപോലെ മുഞ്ചിനിൽ ഖലായിഖ എന്ന് പറയണം. അപ്പൊ മുഞ്ചിൽ ഖലായിഖ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് റോങ്, തെറ്റാണത്. ആ തീർത്ത അത് കൊച്ചപ്പാടാക്കാനൊന്നുമില്ല. അക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടായി കുഴപ്പമൊന്നുമില്ല കേട്ടാ. അള്ളാഹു തആല നിങ്ങൾ അക്ഷരങ്ങളിലേക്ക് നോക്കുക, അല്ല അർക്കത്തുകളിലേക്ക് നോക്കുന്നവനല്ല. അതായത് ലഹനുൽ അവാമുൻ നാസിന്റെ ഇത്തരം അക്ഷരപ്പിഴവുകൾ പല മസലകളിലും പ്രശ്നമില്ലാതാക്കപ്പെടുമെന്ന് ഒരുപാട് മസലകളിൽ കാണാം. അത് അറിയാത്തോണ്ടല്ലേ. ആയിക്കോട്ടെ, എന്നാലും അറിവ് പഠിപ്പിച്ചു കൊടുക്കാൻ നല്ലത് തന്നെയാണ്, കുഴപ്പമൊന്നും വേണ്ട. ഇനി നമുക്ക് ഈ വിഷയം ബഹുമാനപ്പെട്ട അസ്കർ അസദി ചോദിച്ചിട്ടുണ്ട് ഇവിടെ. ആ ചോദ്യം കൂടി മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി ഒന്നും വെക്കേണ്ടി വരില്ല. ഉമർ പോയാ
അസ്കർ ഹസൻ ചോദിച്ചൊരു ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ ഒരു പരിപാടി പോയി കിട്ടും അല്ലേ? ഉടനെ അതിന് മറുപടി പറയാൻ വേണ്ടി വേറെ പരിപാടി വെക്കണമെന്നാണ് പറഞ്ഞത്. വെക്കണല്ലേ? എന്നായിക്കോട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മളെ ആദർശ സമിതിയുടെ ഒരു പരിപാടിയുടെ തുടക്കം മാത്രമാണിത്. നിങ്ങൾക്ക് ചോദിക്കണ്ട? അള്ളാന്റെ മോനെ, ഇത് നിർത്താനായില്ലേ? അസറിപ്പം പോവില്ലേ? എന്നാൽ 2 ചോദ്യം കൂടി, വേറെ ആരെയും അനുവദിക്കുന്നില്ല. നിങ്ങൾ മുന്നോട്ട് വരിക, നമ്മൾ ദ്വാരക്കാൻ പോവാണ് കഴിഞ്ഞിട്ട്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായതിനു ശേഷം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായതിനു ശേഷം ഖദീജ ബീവിക്ക് വേണ്ടി ഖദീജ ബീവിയെ ഇങ്ങനെ മദ്ഹ് പറഞ്ഞ് ഖദീജ ബീവിക്ക് വേണ്ടി ആടിനേർത്ത് സംഭാവന ചെയ്യുന്ന ഒരു ഹദീസ് കണ്ട്. അപ്പോൾ ഈ ഒരു ഹദീസ് വെച്ചിട്ട് നമുക്ക് മൗലൂദിനെ തെളിവ് പറയാൻ പറ്റുമോ? ഹദീസ് സ്വഹീഹാണോ എന്ന്? ഇവിടെ ചോദിച്ച ചോദ്യം, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിന്റെ മദ്ഹ് പറയാറുണ്ടായിരുന്നു. ഈ ഹദീസ് സഹീഹാണോ? ഇത് വെച്ച് മൗലിദ് തെളിവാക്കാൻ പറ്റും അല്ലേ? അതല്ലേ ചോദിച്ചത്? ആ ഹദീസ് ബുഖാരി റിപ്പോർട്ട് ചെയ്തതാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്താൽ പിന്നെ സഹിയാന്ന് ഉറപ്പാ. രണ്ടാമത്തെ, ഖദീജ ബീവിന്റെ മഹത്വം പറയലാണ്. മരിച്ചുപോയ ഒരാളുടെ മഹത്വം ഗദ്യപദ്യമായി പറയുന്നതിനാണ് മൗലൂദ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിൽ മൗലൂദുണ്ട്. മനസ്സിലായില്ല? അതൊരു മഹത്വം പറയലാണ് നമ്മൾ മൗലൂദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പറ്റുന്നതാണ്. വിലാദത്തുമായി ബന്ധപ്പെട്ടതുകൊണ്ടാണ് മൗലിദ് എന്ന് പറയുന്നത്. അതിന് വിലാദത്തുമായി ബന്ധമൊന്നുമില്ല. ഐഷാബിന്റെ മഹത്വം പറയലേ ഉള്ളൂ. വിലാദത്തുമായി ബന്ധപ്പെട്ട മധുഹിനാണ് ഞങ്ങൾ മൗലിദ് എന്ന് പറയല്. എന്നാലും അതല്ലാത്തതും വിത്തപമായിട്ട് വരിക, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അടുത്തൊരു ചോദ്യകർത്താവ് കൂടി. അതായത് ബദർ മൗലൂദിൽ അവസാനം ബദരീങ്ങളുടെ പേര് പറയുന്ന ഹദീസ് ഉണ്ടല്ലോ, ആ ഹദീസിൽ ദവാനി എന്നാണോ ദാറാനി എന്നാണോ, അങ്ങനെ 2 രീതിയിൽ ആള് തീർത്തുകയും മരിക്കുകയും ചെയ്യുന്നതാണെന്നുണ്ട്. അപ്പോൾ അത് അതിൻ്റെ വ്യക്തത മനസ്സിലായി. കാലശേഖു ദവാനി എന്നാണോ കാലശേഖു ദാറാനി എന്നാണോ? ദാറാനി തന്നെ, ദാറാനി നിലയിലുള്ളേ. ആ ദാറാനി എന്ന് വായിക്കുന്നതിന് കുഴപ്പമില്ല. ജില്ലാ വർക്കിംഗ് സെക്രട്ടറി അബ്ദുൽ സത്താർ വളക്കെ ഡിസ്ക് തെറ്റി വിശ്രമത്തിലാണ്. പ്രത്യേകം ദുആ ചെയ്യണം. അല്ലാഹു തആല ശിഫയായി കൊടുക്കട്ടെ. വേറെ ഒരു കുട്ടി, 10-22 വയസ്സുള്ള ഒരു കുട്ടി, തലക്ക് പ്രശ്നമായതുകൊണ്ട് അദ്ദേഹത്തെ ഒരു മംഗലാപുരത്താന്ന് തോന്നുന്നുണ്ട്, അല്ലെ കോഴിക്കോടാണെന്നോ, അദ്ദേഹത്തിന് മംഗലാപുരത്ത് അല്ലേ ഹോസ്പിറ്റലാണ്. ആ കുട്ടിക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചോദ്യോത്തരയുടെ അവസാനിച്ചു. അതായത് മൗലൂദിനെ പറ്റി ചോദ്യമൊന്നുമില്ല. എല്ലാവരും ഒന്ന് മുന്നോട്ട് വന്നിരിക്കുക. ഒരു ഫാത്തിഹ, അൽ ഫാത്തിഹ.